Namaste. So welcome to this last session of BPAC 134. ഇന്ന് 2 യൂണിറ്റ് ആയിരിക്കും എടുക്കുക, 13 14. ഓക്കെ, ഈ BPAC 134ൻ്റെ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആണ് യൂണിറ്റ് 13ഉം യൂണിറ്റ് 14ഉം. അതാണ് ഇന്ന് എടുക്കുന്നത്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൻഡ് സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ. നമ്മൾ ഇതുവരെ സംസാരിച്ചത് സംസ്ഥാനത്തിൻ്റെയും ഡിസ്ട്രിക്റ്റിൻ്റെയാണ്. പണ്ട് നമ്മൾ ഇന്ത്യയുടെ പറഞ്ഞായിരുന്നു, ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ, അത് കഴിഞ്ഞ ഡിസ്ട്രിക്റ്റിൻ്റെ. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പേ മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ. ഇത് പുസ്തകത്തിലുള്ളതല്ല. നമ്മുടെ 38%, ഞാൻ എന്തുകൊണ്ടത് പറയുന്നത് വെച്ചാൽ മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ടാണ്. അതെല്ലാം റിലവൻ്റ് ആണ്. കാരണം മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ, മുനിസിപ്പൽ കോർപ്പറേഷൻ ഒക്കെ ഉണ്ടല്ലോ, മുനിസിപ്പാലിറ്റി, അവരുടെ കീഴിൽ അനവധി കോളേജസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽസായി, പല പോവർട്ടി ഇറാഡിക്കേഷൻ, പല 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 നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇൻസിഡൻ്റ്ലി, ടുഡേ I think the Prime Minister is completing 8th year. Okay, so wish him all the best in future as well. But remember, നമ്മുടെ ചില കാര്യങ്ങൾ ഇന്ത്യയുടെ, അതായത് 75 years നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 കൊല്ലമായി. പക്ഷേ 38% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ കനോട്ട് ഈവൻ റീഡ് ആൻഡ് റൈറ്റ്. മനസ്സിലായോ? 38% നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷൻ കനോട്ട് ഈവൻ റീഡ് ആൻഡ് റൈറ്റ്. ഏകദേശം 990 അല്ലെങ്കിൽ എബവ് 950 യൂണിവേഴ്സിറ്റീസ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. സ്ത്രീകൾക്ക് മാത്രം 2500-3000 കോളേജസ് വുമൺ ഉണ്ട്. ബാക്കി ഒന്നും ഞാൻ പറയുന്നില്ല, എത്ര ഈ കോളേജസിനെ പറ്റിയിട്ടൊന്നും, സെവറൽ തൗസൻഡ്. അപ്പോൾ എങ്കിലും 38% നമ്മുടെ പോപ്പുലേഷൻ കനോട്ട് ഈവൻ റീഡ് ആൻഡ് റൈറ്റ്. നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിനൊക്കെ മുനിസിപ്പാലിറ്റിക്ക്, മുനിസിപ്പൽ കോർപ്പറേഷൻ ഡ്യൂട്ടി ഉണ്ട്. അതാണ് പറയാൻ കാരണം. 13.5 കോടി ജനങ്ങൾ ഇന്ത്യയിലെ 100 രൂപ ഡെയിലി സമ്പാദിക്കാൻ പറ്റാത്തവരാണ്. 13.5 കോടി ജനങ്ങള് ഇന്ത്യയില് 100 രൂപ ഏൺ ചെയ്യാൻ പറ്റാത്ത, ലെസ് ദാൻ 100 റുപ്പീസ്. ഇതൊക്കെ ഈ ഇത് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓരോ ബോഡീസ് തന്ന റിലയബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പേപ്പറിലൊക്കെ അപ്പിയർ ചെയ്യുന്ന ഡേറ്റയാണത് കേട്ടോ. ഇനി അടുത്ത് പറയാൻ പോകുന്നത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി 30 വയസ്സായിരുന്നു ഇന്ത്യക്ക്. അതായത് 1947 ഇന്ത്യാസ് ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി 30 കൊല്ലമാണ്. ഒന്നുമില്ലെങ്കിൽ അസുഖം കൊണ്ട് മരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളാൽ 30. അതിൻ്റെ അർത്ഥം 30 മീതെ ജീവിക്കില്ല എന്നല്ല എൻ്റെ അർത്ഥം. ഏവറേജാണ് ഞാൻ പറയുന്നത്, ഏവറേജ്. All these figures are not given by me. Okay, that is, remember that. Okay, now അപ്പോൾ 30 വയസ്സ്, ഇന്ന് അത് 74 വയസ്സ് വരെ ലൈഫ് എക്സ്പെക്ടൻസി കൂടി. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ മെഡിക്കൽ ഫെസിലിറ്റീസും, പിന്നെ പല 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 ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പല ഭക്ഷണങ്ങളും, അതേമാതിരി പല നല്ല കാര്യങ്ങളും ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പല പല നല്ല കാര്യങ്ങളും. അങ്ങനെ 30-ൽ നിന്ന് 74 സ്റ്റേറ്റിലെ കേരള ഇറ്റ് ഈസ് 78 to 79. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂടുന്നു. അതാ അടുത്ത പോയിന്റ്. 19 കോടി ജനങ്ങള് ഇന്ത്യയില് ഫ്യൂച്ചറില് പോവർട്ടി ഫേസ് ചെയ്യേണ്ടി വരും. 19 കോടി ജനങ്ങള് ഇൻ ഇന്ത്യ ഫേസസ് പോവർട്ടി ഇൻ ഫ്യൂച്ചർ. ഇറ്റ് വിൽ ബി ഹോട്ട് സ്പോട്ട്. മനസ്സിലായോ? അപ്പോ എന്താ അതിൻ്റെ അർത്ഥം? 139 കോടി ജനങ്ങളായി. അപ്പൊ അതിനോടൊപ്പം നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ ആയിക്കോട്ടെ, എംപ്ലോയ്മെന്റ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ ആയിക്കോട്ടെ, ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ഇതെല്ലാം കൂടണം. പക്ഷേ അത് കൂടുന്നില്ല. നമ്മുടെ കൂടുന്നത് എയർ പൊല്യൂഷനും അതിനനുസരിച്ചുള്ള അതിൻ്റെ ഡാറ്റ നിങ്ങൾക്ക് തരികയാണെന്ന് വെച്ചാൽ യു വിൽ ബി ഷോക്ക്ഡ്. എത്ര ലക്ഷം ആളുകളാണ് ഒരു കൊല്ലം മരിക്കുന്നത് എന്ന്. ശ്വാസത്തിൻ്റെ എയർ പൊല്യൂഷൻ കൊണ്ട് നമ്മുടെ ജനങ്ങൾ മരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളെ ഹെൽത്ത്, വളരെ പ്രിസർവേഷൻ ഓഫ് ഹെൽത്ത്, ഹോസ്പിറ്റൽസ് ഉണ്ടായാൽ പോരാ,
അതിന് പൂവറായിട്ടുള്ള ജനങ്ങൾക്ക് അതിൽ എക്സസ് വേണം, അല്ലാണ്ട് പണക്കാർക്ക് മാത്രമല്ല ഹോസ്പിറ്റൽസ്. അപ്പൊ അതൊക്കെ എന്തുകൊണ്ട് ഇതെല്ലാം പറയാൻ കാരണം വെച്ചാൽ മുനിസിപ്പാലിറ്റി ഓർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ കീഴില് അനവധി ഹോസ്പിറ്റൽസ് ഉണ്ട്. ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് മുംബൈയുടെ ബഡ്ജറ്റ്, നിങ്ങളുടെ ഇയർലി ബഡ്ജറ്റ് അറിയാമോ നിങ്ങൾക്ക്? ഉത്തർപ്രദേശ് ഗവൺമെന്റിന്റെ ബഡ്ജറ്റിനേക്കാളും കൂടുതലാണ് ആ മുനിസിപ്പൽ കോർപ്പറേഷൻ മുംബൈയിലത്തെ ഇയർലി ബഡ്ജറ്റ് ബോംബെ കോർപ്പറേഷന്റെ. അത് ഉത്തർപ്രദേശ് വിച്ച് ഇസ് ദ ബിഗസ്റ്റ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അതിനേക്കാളും മീതിയാണ് നമ്മുടെ മുനിസിപ്പൽ കോർപ്പറേഷൻ ബോംബെ. മനസ്സിലായില്ലേ അതിന്റെ ബഡ്ജറ്റ്? അപ്പോ അവരുടെ കീഴിലുള്ള ഹോസ്പിറ്റൽസ്, അവരുടെ കീഴിലുള്ള കോളേജസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതർ സോ മെനി തിങ്സ്. അപ്പൊ ഇവരുടെ എല്ലാം റോള് വളരെയധികം കൂടുതലാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇന്ത്യയുടെ സ്ഥിതി ഇതാണ്. കൂടുതൽ ഞാൻ പറയുന്നില്ല. ഈവൻ ടേക്ക് ദ എക്സാമ്പിൾ മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ. ചെറിയൊരു സ്റ്റേറ്റ് ആയ കേരളത്തിലെ 1200 ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഉണ്ട്. അതില് 941 ഗ്രാമപഞ്ചായത്ത് ഉണ്ട്. ഇത് ഇന്നത്തെ സ്ഥിതിയാണ്. നാളത്തെ എന്താ ദൈവത്തിന് മാത്രമേ അറിയൂ. എന്താ കാരണം വെച്ചാൽ ഇന്ന് കാണുന്നതല്ല നാളെ. കാരണം എന്താ പ്രശ്നം അറിയൂ? ഈവൻ ഇപ്പൊ ഞാൻ ഈ ഉദാഹരണം പറയാൻ നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട്, നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ആണ് പഠിക്കുന്നത്. ഈവൻ ഞാനിപ്പോ ഈ ക്ലാസ് എടുക്കാൻ പറയണപ്പോൾ തന്നെ ഇന്നലത്തെ റൂളല്ല ഇന്ന്. ഇപ്പൊ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് എത്രയോ പേജസ് പുതിയ നിയമങ്ങളുടെ കോപ്പി എടുത്തു വരികയാണ് ഞാൻ. അല്ലാണ്ട് വിചാരിക്കരുത് നിങ്ങൾ ഈ പുസ്തകത്തിലുള്ളത് മാത്രമാണ് റൂള്. ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്ന്. അപ്പൊ അതനുസരിച്ച് നമ്മൾ മാറണം. അത് റിലവൻ്റ് ആയിട്ടുള്ള നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകണം. അല്ലാണ്ട് പുസ്തകത്തിൽ മാത്രം പഠിച്ചുകൊണ്ട് അത് തിയറി മാത്രമാണ്. പ്രാക്ടിക്കലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേ നോളേജ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് എംപ്ലോയ്മെന്റ് വൃത്തിയാവില്ല. മനസ്സിലായില്ലേ? തിയറി ഈസ് ഓക്കെ, ദാറ്റ് ഈസ് ബേസിക് തിങ്. ബട്ട് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യണം വെച്ചാൽ വളരെ റീഡിങ് ഹാബിറ്റ് വേണം, വിച്ച് ഈസ് ലാക്കിംഗ്. ടെക്സ്റ്റ് ബുക്ക് റീഡിങ് ഈസ് നോട്ട് ദാറ്റ് ഐ ആൾറെഡി ടോൾഡ് യു. Newspaper reading is not that I already told you. People are utilizing their time only, social media as well as. അത് നിങ്ങൾക്ക് ഒരു പ്രയോജനം ചെയ്യില്ല. ഓൺലി ഈസി കമ്മ്യൂണിക്കേഷൻ. കാരണം വേൾഡ് ഹാസ് ബിക്കം വെരി വെരി സ്മോൾ. വായിച്ച് നല്ല ബുക്കുകൾ വായിച്ചിട്ടുള്ള നോളേജ് വർദ്ധിപ്പിക്കണം. കാരണം നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ കോമ്പറ്റൻസി കാണിക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നോളേജ് ഇൻക്രീസ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ സോഷ്യൽ മീഡിയ ഈസ് റിഗേർഡ്. ഐ എം നോട്ട് ടെല്ലിങ്, വി ആർ നോട്ട് ബ്ലെയിമിങ് എനി കാരണം ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്. പക്ഷേ അതിൽ നിന്ന് സമയം കളയരുത്. യു ഓൾവേസ് റീഡ് ന്യൂസ് പേപ്പേഴ്സ്, ഗുഡ് ആർട്ടിക്കിൾസ് റിട്ടൺ ബൈ എമിനന്റ് പേഴ്സണാലിറ്റീസ്. മനസ്സിലായില്ലേ? ഇതിനെ പറ്റിയിട്ടൊക്കെ എത്രയോ നല്ല ആർട്ടിക്കിൾസ് വരുന്നുണ്ട്. അതെല്ലാം വായിച്ച് എന്താണ് ഇന്ത്യ, എന്താണ് ലോകം എന്ന് മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ. നോ, അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി കേരളത്തിലെ 1200 ഇന്നത്തെ സ്ഥിതിയാണ് പറഞ്ഞത്. ഇതെന്താ കാരണം അറിയാം? ഇന്നത്തെ എന്ന് പറയാൻ കാരണം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു ഇതുണ്ട്. എൻ്റെ അവിടെ ഒരു പഞ്ചായത്ത് വേണം, എൻ്റെ അവിടെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്കണം, എൻ്റെ അവിടെ ഒരു പഞ്ചായത്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അവിടെ ഒരു സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ഉണ്ടാക്കണം. യു വിൽ ബി സർപ്രൈസ്ഡ് ടു നോ ദാറ്റ് എ പ്ലേസ് ലൈക്ക് കേരള, one single MLA insisted Chief Minister of Kerala earlier to make one particular place as the district. ഞാൻ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ അവിടെ ഒരു ജില്ലയായിട്ട് പ്രഖ്യാപിക്കണം. കാരണം ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല മന്ത്രിസഭയ്ക്ക്. ആ MLA ഇല്ലെങ്കിൽ അത് അയാളുടെ മന്ത്രിസഭ കീഴ്പ്പെട്ട് വീഴും. അയാളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്ട്രിക്ട് സ്ഥാപിച്ചു. പേര് പറയുന്നില്ല, MLA പേര് പറയുന്നില്ല, ചീഫ് മിനിസ്റ്ററുടെ പേര് പറയുന്നില്ല. അത് ഇന്നും നിലകൊള്ളുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഓരോരോ സ്ഥാപനങ്ങളെ ചിലർ കാണാൻ എൻ്റെ സ്ഥലം താലൂക്കാക്കണം, മറ്റുള്ളതാക്കണം. നീറോ മൈൻഡഡ് ചില അപ്രോച്ച് ഉണ്ട് ചിലത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചർ കണ്ടമാനം കൂടി വരികയാണ്. കണ്ടമാനം ആവശ്യത്തിന് വേണം. ഞാൻ അതിനെ പറ്റിയിട്ടല്ല പറയുന്നത്, ആവശ്യത്തിന്. പക്ഷേ അനാവശ്യത്തിന് പാടില്ല. ആ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ എക്സ്പെൻഡിച്ചറാണ്. ടാക്സ് പേയേഴ്സ് ദേ ടു ഗിവ് മണി, പൊളിറ്റീഷ്യൻസ് വോണ്ട് ഗിവ് മണി. ഇതാണ് ഓർക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 1200 ലോക്കൽ ഗവർണിംഗ് ബോഡി ഇന്നുണ്ട്, 941 ഗ്രാമപഞ്ചായത്ത് ഉണ്ട്, 14 ഡിസ്ട്രിക്ട് പഞ്ചായത്ത് കേരളത്തിലുണ്ട്,
87 മുനിസിപ്പാലിറ്റി ഇന്നുണ്ട്, 6 കോർപ്പറേഷൻ ഇന്നുണ്ട്. നാളത്തെ ദൈവത്തെ മാത്രമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം എന്താ വെച്ചാൽ ഈ കോർപ്പറേഷനൊക്കെ സ്ഥാപിക്കുന്നുണ്ടല്ലോ, അതിനൊക്കെ ചില ഇതുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതായത് സിറ്റി ആയിരിക്കണം നമ്പർ 1, നമ്പർ 2 അതിൻ്റെ പോപ്പുലേഷൻ അത്രയാണ്. അങ്ങനെയൊന്നല്ല. ഇപ്പോൾ ചില സമയത്തൊക്കെ തോന്നിയ മാതിരിയാണ് കോർപ്പറേഷനായിട്ട്, എൻ്റെ സ്ഥലം കോർപ്പറേഷനായിട്ട് അവിടെ മേയർ വേണം, എന്നെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ അയാൾ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് പലതും ചെയ്യുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ എന്താ പറയുക വെച്ചാൽ എക്സ്പെൻഡിച്ചർ ഇസ് ഗോയിങ് അപ്പ് ലൈക്ക് എനിത്തിങ്. അതായത് നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പൈസ ഇല്ല സ്റ്റേറ്റ് ഗവൺമെന്റിൽ. പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റിൽ ഡെവലപ്മെന്റിന് പൈസ വേണമെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് തന്നെ കൊടുക്കണം. 10 പൈസ ഒരു സ്റ്റേറ്റിലും ഇല്ല. അവരുടെ കാരണം ഇൻകം വെറും ടാക്സ് എന്ന് ഈ നമ്മുടെ രജിസ്ട്രേഷൻ, മുനിസിപ്പൽ ടാക്സ്, അത് ഇത് ചെറിയ ഇത് മാത്രമേ റവന്യൂ ഉള്ളൂ. അത് അവർക്ക് ശമ്പളം കൊടുക്കാനും വേണം. അവരുടെ എംപ്ലോയീസിന് ശമ്പളം കൊടുക്കാൻ പോലും ഇല്ല. അതാണ്. അപ്പോൾ ഇവിടെ ഇനി പറയാൻ പോകുന്നത്, അപ്പോൾ 6 കോർപ്പറേഷനാണ് കേരളത്തിൽ, 87 മുനിസിപ്പാലിറ്റിയാണ്. 941 ഗ്രാമപഞ്ചായത്തുണ്ട്, 152 ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, 152 ബ്ലോക്ക് പഞ്ചായത്തുണ്ട്. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഇനി അർബണൈസേഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇത് വരുന്നത് ഇത് 74th സൊസൈറ്റി എന്നല്ല, 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്, അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റീസ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ, ഫൈനാൻസ്, ഇതൊക്കെ പൈസ എങ്ങനെയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ വരിക, അതിനെ പറ്റിയിട്ടൊരു സമ്മറി, അപ്രൈസൽ. അടുത്ത ഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ യൂണിറ്റ് 13. Municipal administration. In the developing countries, the colonial government during the period of their domination established several statutory institutions. പണ്ട് മുതലൊക്കെ ഉണ്ടത്. ബോംബെ, കൽക്കട്ട, ഇപ്പൊ കോൽക്കട്ടയായി, പിന്നെ ബോംബെ, മുംബൈ ആയി, മദ്രാസ്, ചെന്നൈ ആയി, അങ്ങനെ പോകുന്ന കഥ. എമംഗ് ദം ദേവധായിച്ച് ഡൽഹി തന്നെയാണ്. ഓക്കെ, ന്യൂഡൽഹി, ഓൾഡ് ഡൽഹി എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. Among them, urban local self-government institutions are most prominent. Ever since the establishment of Madras, പണ്ടത്തെ മദ്രാസ്, ചെന്നൈ, ഇപ്പൊ ചെന്നൈ മുനിസിപ്പൽ കോർപ്പറേഷൻ, മദ്രാസ് കോർപ്പറേഷൻ ആയിരുന്നു പണ്ട്, ഇപ്പൊ ചെന്നൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. 4 centuries ago, 400 കൊല്ലം പഴക്കം. There has been, അതിന്റെ അർത്ഥം സ്വാതന്ത്ര്യത്തിന് എത്രയോ മുമ്പേ ഉള്ളതാണെന്ന് അർത്ഥം. So there has been proliferation, എത്രയോ മുനിസിപ്പൽ ബോഡീസ് കൂടി, കാരണം പോപ്പുലേഷൻ കൂടുമ്പോൾ ഇത് കൂടും. ഓരോരോ സിറ്റിയിലെ പോപ്പുലേഷൻ കൂടുമ്പോൾ അതിന്റെ മുനിസിപ്പാലിറ്റി ആയിട്ട് കൂട്ടും, മനസ്സിലായില്ലേ, വർദ്ധിച്ചു വരും. പിന്നെ ഇൻ ദി സ്റ്റേറ്റ് വി ഷാൾ ഡിസ്കസ് ദ നേച്ചർ ഓഫ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അർബൻ ലോക്കൽ ബോഡീസ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ, മുനിസിപ്പൽ ഫൈനാൻസ്, എങ്ങനെയാണ് മുനിസിപ്പാലിറ്റിക്ക് പൈസ കിട്ടുന്നത്, ആൻഡ് ഇമ്പാക്ട് ഓഫ് ദ 74th ഭരണഘടനാ അമെൻഡ്മെന്റ്. 74ാമത്തെ പറഞ്ഞ മുനിസിപ്പാലിറ്റിയുടെ കേട്ടോ, മുനിസിപ്പൽ കോർപ്പറേഷനാണ് 74ാമത്തെ ഭരണഘടനാ അമെൻഡ്മെന്റ്. പിന്നെ എങ്ങനെ എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് ഓഫ് മുനിസിപ്പാലിറ്റിയുടെ ഉണ്ടാകും എന്നും പറയുന്നു. അടുത്ത് അർബനൈസേഷൻ ഇൻ ഇന്ത്യ. ഇൻ അർബൻ ഏരിയ ഈസ് വൺ അർബൻ പറഞ്ഞ ടൗൺ വിച്ച് ഈസ് ഫോർമലി സോ ഡിക്ലെയർഡ് ത്രൂ ദ സ്റ്റാറ്റ്യൂട്ടറി എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻ ദ. പിന്നെ ഓരോ മുനിസിപ്പാലിറ്റി ഗവൺമെന്റ് അപ്രൂവ് ചെയ്യണം കേട്ടോ. അവർ നോട്ടിഫിക്കേഷൻ വേണം, ഗസറ്റിലൊക്കെ നോട്ടിഫിക്കേഷൻ വേണം. ഏത് മുനിസിപ്പാലിറ്റി, താലൂക്കോ എന്തായാലും ശരി, അത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വേണം ഗവൺമെന്റിന്റെ കേട്ടോ. നോട്ടിഫൈഡ് ഏരിയ, എന്ത് നോട്ടിഫൈഡ് ഏരിയ, പ്രത്യേകിച്ച് പല പ്രത്യേക ഏരിയ നോട്ടിഫൈ ആയിട്ടുള്ള ആ ഏരിയ. കന്റോൺമെന്റ് പറഞ്ഞാൽ പട്ടാളത്തിന്റെ, അംബാല കന്റോൺമെന്റ് കേട്ടിട്ടുണ്ടോ, ഡൽഹി കന്റോൺമെന്റ്, ആഗ്ര കന്റോൺമെന്റ്, ഓക്കെ, ട്രിവാൻഡ്രം എഗെയിൻ. ഇത് മിലിറ്ററി ഏരിയ ആണ്, അതിന്റെ അഡ്മിനിസ്ട്രേഷൻ മിലിറ്ററിയാണ് നോക്കുന്നത്. ലെജിസ്ലേഷൻ അവരുടെ ആ ഏരിയ ഒക്കെ അവരാണ് നോക്കുന്നത്. സ്കൂൾ ആയിക്കോട്ടെ, എല്ലാ റോഡ് ഡെവലപ്മെന്റും ഒക്കെ പട്ടാളമാണ് നോക്കുന്നത്. There are municipal acts in different states. ഓരോ സ്റ്റേറ്റിൽ ഓരോ മുനിസിപ്പൽ ആക്ട് ഉണ്ട്, പക്ഷെ പല വിധത്തിലാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പക്ഷെ ഒബ്ജക്റ്റീവ് ഒന്ന് തന്നെയാണ്. അണ്ടർ വിച്ച് കന്റോൺമെന്റ് ഏരിയ ഗവൺമെന്റ് ബൈ സെൻട്രൽ പറഞ്ഞു, സെൻട്രൽ ഗവൺമെന്റ് ആണ് തീരുമാനിക്കുക. അതെവിടെ പട്ടാളക്കാർ കൂടുതലാവുമ്പോൾ നേവി, എയർഫോഴ്സ്, ആർമി അവരുടെ താമസ സൗകര്യത്തിനും കുട്ടികളുടെ പഠനത്തിനും വേണ്ടിയിട്ടും, പിന്നെ അവരുടെ ക്യാൻറ്റീൻ, മിലിറ്ററി ക്യാൻറ്റീൻ, ഇതൊക്കെ ഇല്ലേ, അത് അങ്ങനെ അങ്ങനത്തെ ഏരിയയാണ്. അവിടെ നമുക്ക് മറ്റുള്ളവർക്ക് സിവിലിയന് പ്രവേശനമില്ല, കൂടുതൽ പ്രവേശനം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ, കാരണം അവർ പട്ടാളക്കാരുടെ പല കാര്യങ്ങളുള്ളൂ. പിന്നെ ഈ എയർഫോഴ്സ് മറ്റേതൊക്കെ നമ്മുടെ സീക്രസി മറ്റേതൊക്കെ ഉണ്ടല്ലോ, സ്പൈ വർക്കൊന്നും പാടില്ലല്ലോ.
അപ്പോൾ അവിടെ പ്രൊഹിബിറ്റഡ് ഏരിയ ആയിട്ട് കണക്കാക്കി വരും. ദർ ക്യാൻ ബി അതർ ഏരിയാസ് ആൾസോ ദാറ്റ് ക്യാൻ ബി ഡിക്ലെയർഡ് ആസ് അർബൺ. മറ്റുള്ള ഏരിയ ഉണ്ട്, അർബൺ പറഞ്ഞ ടൗൺ. പിന്നെ ഇന്ത്യ റെക്കോർഡഡ് പോപ്പുലേഷൻ 338 കോടി എന്ന് 2020 സെപ്റ്റംബറിലത്തേണത് 338 കോടി. അതിന്റെ അർത്ഥം മേപ്പിട്ട് പോയിട്ടുണ്ടെന്ന് അർത്ഥമല്ലേ? 2021-22 അപ്പോ 1.5 കൊല്ലം സെപ്റ്റംബർ 21 അത് കഴിഞ്ഞിട്ട് 1.5 കൊല്ലത്തിൽ മീതിയായി. അപ്പോൾ ജനസംഖ്യ എത്ര കൂടി ഉണ്ടാവുമെന്ന് അനുമാനിച്ചാൽ മതി. 1.38 138 കോടി 27 ലക്ഷം എന്താണ് സംതിങ് എന്താണ് അതിൽ കാണിച്ചിരുന്നത്. അതിപ്പോ 139 മീത് പോയിണ്ടാവും. സോ ദ ഡാറ്റ ഇൻഡിക്കേറ്റ് 65% ആളുകൾ താമസിക്കുന്ന റൂറൽ ഏരിയയിലാണ്, 35% സിറ്റിയില്. 65 അതാണ് പ്രാധാന്യം. മുനിസിപ്പാലിറ്റിയുടെ പ്രാധാന്യം, പഞ്ചായത്തിന്റെ പ്രാധാന്യം. ജനങ്ങൾ താമസിക്കുന്ന ഏറ്റവും കൂടുതൽ റൂറൽ ഏരിയയിലാണ്. ഈ സിറ്റിയിൽ താമസിക്കുന്ന 35% ഉള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് നിങ്ങൾ പഠിക്കുന്നത്? അപ്പോ മുനിസിപ്പാലിറ്റിയുടെ കടമ, കോർപ്പറേഷന്റെ കടമ, പഞ്ചായത്തിന്റെ കടമ അതിഭയങ്കര റോളാണ് അവരുടെ. സിറ്റിയിലാണെങ്കിൽ ഇത്ര കുഴപ്പമില്ല, 35% മറ്റുള്ളവർ നോക്കും പല കാര്യങ്ങൾ, കോർപ്പറേഷൻ മറ്റുള്ളതൊക്കെ. റൂറൽ ഏരിയ നോക്കില്ല, 65% റൂറൽ ഏരിയയിലാണ്. അർബൻ പോപ്പുലേഷൻ ഗ്രോത്ത് ഈ സപ്പോസ് ടു ബി ഇനി കൂടി വരും. എക്കണോമിക് ഡെവലപ്മെന്റ്. ഡൽഹി ഈസ് ദ മോസ്റ്റ് അർബണൈസ്ഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യയിലെ 97 ഏറ്റവും വലിയ അർബണൈസ്ഡ് സ്റ്റേറ്റ് ഡൽഹിയാണ്. അവിടെ റൂറൽ ഏരിയ വളരെ കമ്മിയാണ്. മനസ്സിലായില്ലേ? റൂറൽ ഏരിയയില് ചിലയിടത്തുണ്ട് ഒറ്റ ഗ്രാമപഞ്ചായത്തില്ലാത്ത മുനിസിപ്പാലിറ്റി ഉണ്ട്. ഇന്നലെ ഒരു ബൈ ഇലക്ഷൻ കേരളത്തിൽ നടന്നു. ഒരു മുനിസിപ്പാലിറ്റിയിൽ അതിലൊരൊറ്റ ഗ്രാമപഞ്ചായത്തില്ല. ഇങ്ങനെയൊക്കെ ഓരോ സ്റ്റേറ്റിൽ ഓരോരോ വിധത്തിലുണ്ട് കേട്ടോ. അപ്പൊ ചിലത് അർബൺ, അപ്പൊ ഇങ്ങനെയുള്ള പ്രത്യേകത ഉണ്ട്. സോ ഇൻ ഇന്ത്യ ലാക്ക് ഓഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ റൂറൽ ഏരിയ. അറിയാലോ, സീസണൽ ജോബാണ് ഓരോരുത്തർക്കുള്ളത്. കൃഷി എന്നുമില്ല, മഴ ഇതൊക്കെ. അത് കഴിഞ്ഞ് എവിടെ പോകും ഇവര് ജീവിക്കാൻ? 6 മാസം കൃഷി ചെയ്ത് 6 മാസം ബാക്കി എന്ത് ചെയ്യും? അപ്പോ ഇതൊരു ടൗണിലേക്ക് റൂറൽ ഏരിയയിൽ നിന്ന് മൈഗ്രേഷൻ ചെയ്യില്ല ടൗൺ ഏരിയയിലേക്ക്. അപ്പൊ അടുത്തുള്ള ഏരിയ വളർന്നിട്ട് വരുമ്പോ നോക്കുള്ളൂ. ഡൽഹിയിൽ നിന്ന് നോയിഡ, ഗാസിയാബാദ്, ഫരീദാബാദ്, ചണ്ഡീഗഡിൽ നിന്ന് ലൂധിയാന, ജലന്ധർ. മനസ്സിലായോ? അങ്ങനെ ചില ഡൽഹി ബോംബെ, താന നോക്കൂ. അതേമാതിരി ബോംബെയിൽ താമസിക്കാൻ സ്ഥലമില്ലാത്തതുണ്ടല്ലോ ന്യൂ ബോംബെ വന്നോക്കെ. അപ്പൊ അങ്ങനെ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും, കാരണം ഇവിടെ സ്ഥലമില്ല. അപ്പോൾ ജോലി വേണം, താമസിക്കാൻ വീട് വേണ്ടേ, മറ്റുള്ളടത്ത് സ്ഥലമില്ല. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, റോഡ് വേണം, വെള്ളം വേണം, കുടിക്കാൻ വെള്ളം വേണം, വീട് വേണം, ഡ്രെയിനേജ്, സിവറേജ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് all suffer from short supply in the face of mounting population. ജനസംഖ്യ കൂടുമ്പോ ഭയങ്കരമായിട്ടുള്ള പ്രഷർ വരും. മനസ്സിലായില്ലേ? സോ അവർ ലാർജ് സിറ്റീസ് ലൈക്ക് മുംബൈ, കൊൽക്കത്ത, ഡൽഹി എക്സെട്രാ ആർ ഹാവിംഗ് ലാർജ് സ്ലം. അപ്പൊ എന്താണ് അറിയോ, പാവങ്ങളും ഈ സിറ്റിയിൽ താമസിക്കുന്നത്. ഫോർ യുവർ ഇൻഫർമേഷൻ, മുംബൈയിലെ ഒരു സ്ഥലമുണ്ട് ധാരാവി. യു മസ്റ്റ് ഹാവ് ഹേർഡ്. 100,000-ൽ മീതെ ആളുകളുണ്ട് അവിടെ. ധാരാവിയുടെ പ്രത്യേകത പറയേണ്ട ആവശ്യമില്ലല്ലോ. മിക്കവാറും അതില് അനവധി തമിഴിലത്തെ പോപ്പുലേഷൻ ഉണ്ട്. സോ ബാക്കി ഞാൻ പറയുന്നില്ല, കാരണം എത്രയോ സിനിമ വന്നിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ലം ഏരിയയാണ് അത്. പണ്ട് ഒരു കാലത്ത് ഞാനൊക്കെയുള്ള ബോംബെയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഐ എം ജസ്റ്റ് ടെല്ലിങ് യു, ഇവൻ ആ ഏരിയയിൽ പോലീസിന് പോലും പോകാൻ പറ്റില്ല. കാരണം 4 പുറം ഇതാണ് വാട്ടർ, മറ്റേ ഡ്രെയിനേജ് കംപ്ലീറ്റ്. അവിടെ ജനങ്ങൾ സ്മെല്ല്, അവിടേക്ക് അങ്ങോട്ട് പോകാൻ പോലും പറ്റില്ല. അങ്ങനെ അവര് പല വിധത്തിലുള്ള ആളുകളുണ്ടായിരുന്നു അവിടെ താമസിച്ചായിരുന്നു. പല വിധത്തിലുള്ള ആളുകൾ. പോലീസ് വരാനിപ്പോ തന്നെ അവർക്ക് മുമ്പേ കൂട്ടി ഇൻഫർമേഷൻ കിട്ടുമായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പൊ കുറെ ഡെവലപ്പ് ചെയ്ത് വളരെ നല്ല. അവിടെ ഈവൻ ബസ് ഡെപ്പോ പോലും ഉണ്ട്. ഇപ്പൊ പ്രശ്നമില്ല, കൂടുതലില്ല. പണ്ട് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. ബാക്കിയൊന്നും ഞാൻ കഥ പറയുന്നില്ല. അനവധി സിനിമ വന്നിട്ടുണ്ട്. ഓക്കെ. സോ ആൻഡ് ദർ ഈസ് ക്രോണിക് ഷോർട്ടേജ് ഓഫ് എസെൻഷ്യൽ. പണ്ട് നിങ്ങൾ മലയാളം സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാവില്ല, ധാരാവി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അതിന്റെ പ്രത്യേകത അതൊക്കെ തന്നെയാണ്. ഓക്കെ. പക്ഷെ വാട്ട് ഐ എം ടെല്ലിങ് നൗ, ലോട്ട് ഓഫ് ഡെവലപ്മെന്റ് ഈസ് ടേക്കൺ പ്ലേസ്. പണ്ട് അങ്ങനെ ഇല്ലാണ്ടായിരുന്നു. മനസ്സിലായോ? സോ ക്രോണിക് ഷോർട്ടേജ് ഓഫ് എസെൻഷ്യൽ സ്റ്റേറ്റ് because of the substantial increase in population over the years. This thesis is advanced on the ground that
there is a mismatch between the level of industrialization and urbanization. നമുക്ക് ടൗൺ ഉണ്ടായിട്ട് കാര്യമില്ല, ഇൻഡസ്ട്രി വേണ്ടേ? ടൗണ് ധാരാളം ഉണ്ട്. അപ്പോൾ പല സ്ഥലത്തും പല ടൗൺ ഉണ്ടല്ലോ. ആ ടൗൺ ഉണ്ടായിട്ട് എന്താ കാര്യം? അവിടെ ഇൻഡസ്ട്രി വേണ്ടേ? ടൗണ് തീർച്ചയായിട്ടും അതൊരു പോപ്പുലേഷൻ അവിടെ വീട് താമസിക്കുന്നതും ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് അവിടെ പോകണു ഇല്ലേ? നേരെ മറിച്ച് അവിടെ ഇൻഡസ്ട്രി വേണ്ടേ? Now I am telling you one thing. You take the example of the capital of Trivandrum, Kerala, Trivandrum. എന്ത് ഇൻഡസ്ട്രിയല്ല തിരുവനന്തപുരത്ത്? ISRO അതേമാതിരിയുള്ള ISRO സെൻട്രൽ ഗവൺമെന്റിൻ്റെയാണ്. അവിടെ പക്ഷേ അവിടെ ഉള്ളത് മുഴുവൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുന്ന വിഭിന്ന ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്ന ആളുകളാണ് അവിടെ. പക്ഷെ അത് ക്യാപിറ്റൽ സിറ്റിയാണ്. അപ്പൊ അവിടെ ഒരു അർബൻ കൾച്ചറാണ്. പക്ഷെ ഇൻഡസ്ട്രിയുടെ ഇൻഡസ്ട്രി ഇല്ലല്ലോ. നേരെ മറിച്ച് ഇൻഡസ്ട്രീസ് ഇൻ കൊച്ചി. മനസ്സിലായില്ലേ? അപ്പൊ അർബൺ എന്ന് തമ്മിൽ വ്യത്യാസമാണ്. രണ്ടും കൂടി അത് ചെയ്യരുത് കേട്ടോ. ഇൻഡസ്ട്രിയലൈസേഷൻ ഉള്ളടത്ത് അർബൺ ആവുന്നില്ല, അർബൺ ഉള്ളടത്ത് ഇൻഡസ്ട്രിയലൈസേഷൻ. വ്യവസായം ഇവിടെ ടൗണ്, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. 74ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ. Far reaching changes have been brought about municipal government and പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. 2 അമെൻമെന്റ് വളരെ ശ്രദ്ധിക്കേണ്ടത്. 73ാമത്തെ പഞ്ചായത്ത് രാജ്, പഞ്ചായത്തിനെ പറ്റിയിട്ടാണ്. 1992 അമെൻഡ്മെന്റ് 73ാമത്തെ പഞ്ചായത്തി രാജിനെ പറ്റിയിട്ടാണ്. പഞ്ചായത്ത് രാജ്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ പറ്റിയിട്ടാണ് അത്. അടുത്തത് അമെൻമെന്റ് 74ാമത്തെയാണ്. അതില് മുനിസിപ്പാലിറ്റി എങ്ങനെ ബോഡി, മുനിസിപ്പൽ ബോഡി, ഓക്കെ, ബോഡീസ്. യെസ്. അപ്പോ അവിടെ മുനിസിപ്പൽ കോർപ്പറേഷൻ എങ്ങനെയാണ്, അതെങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ വേണ്ടത്, അതൊക്കെയാണ് അതില്. ഏതില്? 74ാമത്തെ. 73 പഞ്ചായത്ത് രാജ്. അടുത്ത, ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ഫോർ ദ constitution of 3 types of institution: urban, local, self-government. These are municipal corporation in larger urban areas, municipal councils in urban settlement. അതായത് ചിലയിടത്ത് മുനിസിപ്പൽ കൗൺസിൽ ഉണ്ട്. അതൊക്കെ ഓരോ സ്റ്റേറ്റിൽ ഓരോ ഇതാണ് കേട്ടോ. അതായത് അവരുടെ ഭരണത്തിന് വേണ്ടിയിട്ട് അവർ ഓരോരോ ചില കൗൺസിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പക്ഷെ ബേസിക് പർപ്പസ് സെയിം ആണ് കേട്ടോ. മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞ ടൗണിലാണ്, മുനിസിപ്പൽ കോർപ്പറേഷൻ പറഞ്ഞ സിറ്റിയിലാണ്. അതന്നെ. ബാക്കി അത് എങ്ങനെ ഭരിക്കണമെന്ന് അവർ ഇന്ത്യ അത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അതാത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് തീരുമാനിക്കേണ്ടത്. ഏത് വിധത്തിൽ മുനിസിപ്പാലിറ്റി ഫംഗ്ഷൻ ചെയ്യണം, കൗൺസിൽ വേണം, ബോഡി വേണം, ഇലക്ഷൻ വേണം, മറ്റേത് വേണം. ഹരിയാനയിലെ മേയറെ ഡയറക്ട്ലി ഇലക്റ്റഡ് ആണ് ഹരിയാന. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ പല ഇതിലും മേയറെ ഔട്ട് ഓഫ് ദ ടോട്ടൽ കൗൺസിൽ മെമ്പേഴ്സിന്റെ ആരാ സീനിയോറിറ്റി റൂളിംഗ് പാർട്ടിയുടെ അതിനനുസരിച്ചിട്ടാണ് അവിടെ. പക്ഷേ ഹരിയാനയിലെ ഡയറക്റ്റ് എലക്ഷൻ ആണ് മേയറുടെ. സോ അങ്ങനെ ഓരോ സ്ഥലത്തെ ഓരോരോ ആക്ട് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ. പക്ഷെ ബേസിക് പർപ്പസ് ഒന്ന് തന്നെയാണ്. ഓക്കെ, മുനിസിപ്പൽ കൗൺസിൽസ് ആൻഡ് അർബൻ സെറ്റിൽമെന്റ്, നഗർ പഞ്ചായത്ത്, സിറ്റി പഞ്ചായത്ത്, നഗർ പഞ്ചായത്ത്, ഇതുണ്ട്. ട്രാൻസിഷണൽ ഏരിയാസ്, ചില മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ. വിച്ച് ആർ നീദർ ഫുള്ളി അർബൻ നോർ, അതായത് റൂറലും അല്ല അർബണും അല്ല, അങ്ങനത്തെ ഏരിയ ഉണ്ട്. ചിലത് റൂറലും അല്ല അർബണും അല്ല, അങ്ങനത്തെ ഉണ്ട് ഏരിയ. ഇപ്പോൾ മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ ബൈ കോൺസ്റ്റിറ്റ്യൂട്ടിങ് വാർഡ് കമ്മിറ്റി. ഓരോരോ കോർപ്പറേഷനിൽ വാർഡുണ്ട് അല്ലേ? മുനിസിപ്പാലിറ്റിയിൽ വാർഡുണ്ട്, കോർപ്പറേഷനിൽ വാർഡുണ്ട്. 11ാം വാർഡ്, 10ാം വാർഡ്, 8ാം വാർഡ്. അപ്പോൾ ഇൻ ടെറിട്ടോറിയൽ ഏരിയാസ് ഓഫ് സച്ച് മുനിസിപ്പാലിറ്റി വിച്ച് ഹാസ് മോർ ദാൻ 3 ലക്ഷം, ഇത് ചിലപ്പോൾ അങ്ങ് മേപ്പട്ടയ്ക്കിട്ടും കൂടും കൂട്ടോ. 3 ലക്ഷം പോപ്പുലേഷൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി എത്തും. അത് ഓരോരോ സ്റ്റേറ്റിനനുസരിച്ചിട്ടാണ് കേട്ടോ. അതും കൂടി പറയാം. ചിലയിടത്ത് ഇപ്പം ഹിമാചൽ പ്രദേശിലൊക്കെ ഡെൻസിറ്റി പോപ്പുലേഷൻ വളരെ കമ്മിയാണ്, പക്ഷെ കേരളത്തിൽ കൂടുതലാണ് ഡെൻസിറ്റി പോപ്പുലേഷൻ. അപ്പൊ ഈ 3 ലക്ഷം പറഞ്ഞ ഏരിയ നോക്കണം. അവിടെ 3 ലക്ഷം വെച്ചാൽ ഏരിയ എത്ര ഉണ്ടാവുന്നത് അതും കൂടി ഓർക്കണം. ഈ ഉത്തരാഖണ്ഡിലൊക്കെ മനസ്സിലായില്ല. അപ്പൊ അതനുസരിച്ച് ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. കോമ്പോസിഷൻ. മുനിസിപ്പൽ കമ്മിറ്റി authorities are to be constituted. എങ്ങനെ മുനിസിപ്പൽ അതോറിറ്റി കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മുനിസിപ്പൽ അതോറിറ്റി? എലക്ഷൻ 1, ഓരോരോ വാർഡുണ്ടാവും അതിലെ എലക്ഷൻ. അങ്ങനെ ഭൂരിപക്ഷം ഏത് പാർട്ടിക്കാണെന്ന് വെച്ചാൽ അവര്. പിന്നെ ദ മെമ്പേഴ്സ് ഓഫ് ദ, ഇതിൽ എന്താ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ആ ഏരിയയിൽ നിന്നുള്ള MLA അല്ലെങ്കിൽ ആ ഏരിയയിൽ വരുന്ന MP ഇവരുടെ കമ്മിറ്റിയിൽ മെമ്പറായിരിക്കും ഒരു മുനിസിപ്പാലിറ്റിയുടെ.
ആ ഏരിയയിൽ നിന്ന് ഉണ്ടല്ലോ MLA ഉണ്ടാവുമല്ലോ ചിലപ്പോൾ. ഓക്കെ, യു ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് മുനിസിപ്പൽ കോർപ്പറേഷൻ ജലന്ധർ. ആ ഏരിയത്തെ MLA ഇല്ലേ അവിടെ, ആ ഏരിയത്തെ MP ഉണ്ടല്ലോ, അവർ ഇതിൽ മെമ്പറായിരിക്കും ചിലപ്പോൾ ഈ കമ്മിറ്റിയിൽ. കാരണം പോളിസി ഡിസിഷൻ എടുക്കുമ്പോൾ, കാരണം അവർ എന്നെ റെപ്രസെന്റ് ചെയ്യുന്നില്ല ആ ഏരിയയെ. നാഷണൽ ലെവലിലായിക്കോട്ടെ സ്റ്റേറ്റ് ലെവലിൽ അവർ ആ ഏരിയയെ പറ്റിയിട്ട് അവർ അസംബ്ലിയിൽ സംസാരിക്കേണ്ടതല്ലേ. അപ്പോൾ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി ഇവരെയും ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഈ ഗ്രാൻഡ് ഒക്കെ കിട്ടാൻ സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നും സെൻട്രൽ ഗവൺമെന്റിനും ഗ്രാൻഡ് MP-മാര് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് മേടിക്കും, സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് അവർക്കൊക്കെ ഫണ്ട് ഉണ്ടല്ലോ. അതില്ലെങ്കിൽ എന്താ സ്ഥിതി? അപ്പോ അല്ലാണ്ട് ഇവരുടെ പൈസ ഒന്നുമില്ലല്ലോ. ചെറിയ ഇൻകാണ് ഇവരുള്ളത് മുനിസിപ്പാലിറ്റിക്കൊക്കെ. സിനിമാ തിയേറ്ററിന് എവിടെ സിനിമാ തിയേറ്റർ, ഇപ്പോ സിനിമാ തിയേറ്ററിന് ടോള് ഇതേമാതിരി ചെറിയ ഇങ്കല്ലേ ഉള്ളൂ ഇവർക്ക്. പിന്നെ മെമ്പേഴ്സ് ഓഫ് ഹൗസ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി, പിന്നെ ഇത് വോളിപ്പൺ മുനിസിപ്പൽ ഏരിയ, അത് മുനിസിപ്പൽ ഏരിയയിൽ പെട്ട MLA MP, ആ ഏരിയയിൽ പെട്ടത്. ദ മെമ്പേഴ്സ് ഓഫ് ദ കൗൺസിൽ, അത് എന്താ വെച്ചാൽ നമ്മുടെ അത് സ്റ്റേറ്റ്, അത് ഈ കൗൺസിൽ എന്ന് പറയുന്നത് പിന്നെ അത് എല്ലായിടത്തും ഇല്ല. ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനത്തും അത് വലിയ സ്റ്റേറ്റിലേ മാത്രമേ ഉള്ളൂ. അസംബ്ലി എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് മെജോറിറ്റി, ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടുന്നത്, അവർ ചെയർപേഴ്സൺ ആവും അല്ലെങ്കിൽ ചെയർമാൻ ആവും. പേഴ്സൺസ് ഹാവിംഗ്, പിന്നെ വേറെ ഇതിലെ ചിലരെ വളരെ മിടുക്കന്മാരെ ചിലര് നോമിനേറ്റ് ചെയ്യും. കലക്ടർ, ഇപ്പോ മുനിസിപ്പാലിറ്റിയിൽ കലക്ടർ എന്നുള്ള മെമ്പറാണെന്ന് വെച്ചാൽ അയാൾക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല, അയാള് ഗവൺമെന്റ് ഓഫീസറാണ്. അല്ലെങ്കിൽ തഹസിൽദാരോ അല്ലെങ്കിൽ RDO, അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല, ഗവൺമെന്റ് ഓഫീസർമാരാണ് അവര്. അപ്പൊ അവര് പക്ഷെ അവരുണ്ടോണ്ട് പല ഗുണങ്ങളുണ്ട്, അപ്പൊ അവരും നോമിനേറ്റ് ചെയ്യും ചിലപ്പോ. ഓക്കെ, നെക്സ്റ്റ് വാർഡ് കമ്മിറ്റി. വാർഡ് കമ്മിറ്റി start to be composed of these members of the municipal council representing the wards within the jurisdiction and one the elected representatives from, അതായത് വാർഡിലത്തെ വാർഡ് കമ്മിറ്റി, വാർഡ് മെമ്പേഴ്സ് ഇല്ലേ, അവരുടെ ഓരോ കമ്മിറ്റി ഇല്ലേ, കുറെ വാർഡ് കൂടി ഒരു കമ്മിറ്റി, അത്രേ ഉള്ളൂ. അവരുടെ ജനറൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വെച്ചാൽ അത് വാട്ടർ സപ്ലൈ, ഒരു ഇതിന്റെ ഡ്രെയിനേജ് ഒരു വാർഡ് കൂടെ മാത്രമാണ് പോവുക, മറ്റേ വാർഡ് കൂടെ പോയില്ലേ. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു കനാല്, അടുത്ത കൂടെ ഒരു കനാല് ഉണ്ടോ വിചാരിക്കുക, അത് ക്ലീൻ ചെയ്യണം, അത് ഒരു വാർഡിന്റെയാണ് ഒരു കനാല്. എത്രയോ കനാല് നിയർ ബൈ ഉണ്ടാവും, വാർഡ് ഉണ്ടാവില്ലേ, അതൊക്കെ ഒരു കമ്മിറ്റിയൊക്കെ തീരുമാനിച്ചിട്ട് അത് ക്ലീൻ ചെയ്യണം, മറ്റേ ചെയ്യണം, പാലം കെട്ടണം, അതൊക്കെ അവർ തീരുമാനിക്കും, അതാണ് കമ്മിറ്റി. ഓക്കെ, ദെൻ പ്രൊവൈഡഡ് ഫോർ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ഇലക്ഷൻ. യെസ്, 5 കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഇലക്ഷൻ നടത്തണം അസംബ്ലിയിൽ, കോർപ്പറേഷനിലായിക്കോട്ടെ, മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, പഞ്ചായത്തിലായിക്കോട്ടെ, ഈ ഇലക്ഷൻ നടത്താം. അത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്. ശ്രദ്ധിക്കുക, പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും മുനിസിപ്പൽ കോർപ്പറേഷനും ഇലക്ഷൻ ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറാണ്, സെൻട്രൽ അല്ല. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദ 74ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ഫൈനാൻഷ്യൽ, അത് വരുന്നുണ്ട്, അപ്പൊ പറയാം. ദ സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ, അതായത് ഗവൺമെന്റിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കണേ, ടാക്സ്, സ്റ്റേറ്റ് ടാക്സ്, ഫീസ്, അതിന്റെ ഷെയർ, അങ്ങനെ പലതും പ്രത്യേകിച്ച് വരുന്നുണ്ട്, അപ്പൊ പറയാം. ഓക്കെ, പിന്നെ ഗവൺമെന്റ് ഗ്രാന്റ് കൊടുക്കും ചില കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പൊ നമ്മുടെ ബ്രിഡ്ജ് കിട്ടണോ, വേറെ എന്തെങ്കിലും കിട്ടണോ, നമ്മുടെ കൊച്ചു പിന്നെ നമ്മുടെ പോണ്ട്, ഇതൊക്കെ ജനങ്ങൾക്ക് കിണർ, കുടിക്കുന്ന ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി, അങ്ങനെയൊക്കെ പല ഫണ്ടും കൊടുക്കും അവർ, ഗ്രാൻഡൊക്കെ കൊടുക്കും. അപ്പൊ അത് ഗവൺമെന്റിന്റെ കൺസോളിഡേറ്റ് സ്റ്റേറ്റിന്റെ ഫണ്ടിൽ നിന്നാണ് ഇതെല്ലാം കൊടുക്കുന്നത്, ഇവരുടെ മുനിസിപ്പാലിറ്റിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് 74ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റിൽ 1992 അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇന്ത്യ ഹാസ് ബീൻ ക്ലാസിഫൈഡ് യെസ് മുനിസിപ്പൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി. ഓക്കെ, മുനിസിപ്പൽ കോർപ്പറേഷനിൽ മേയറെ ഓർക്കണേ, മുനിസിപ്പൽ കോർപ്പറേഷൻ ചിലപ്പോ കമ്മീഷണർ ഉണ്ടാവും. ഇത് ബോംബെയിലെ മേയറുണ്ട്, കമ്മീഷണർ ഗവൺമെന്റ് IAS ഓഫീസറാണ്. ഭരണം, മേയർ പൊളിറ്റിക്കൽ അല്ലേ, പൊളിറ്റിക്കലായിട്ട് വേണം മേയർ. ഇപ്പൊ പൂന മേയർ പറഞ്ഞാൽ അത് പൊളിറ്റിക്കലാണ്. കമ്മീഷണർ IAS ഓഫീസറാണ്. ബോംബെയിലത്തെ കമ്മീഷണർ പറഞ്ഞാൽ സീനിയർ മോസ്റ്റ് IAS ഓഫീസറാണ്. കാരണം ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഈസ് ബോംബെ, മനസ്സിലായില്ലേ? അപ്പോൾ കമ്മീഷണർ പറഞ്ഞാൽ ഗവൺമെന്റ് എംപ്ലോയി ആണ്. പിന്നെ മുനിസിപ്പൽ കൗൺസിൽ, വാർഡ് കമ്മിറ്റി, ഇതെല്ലാം പറഞ്ഞതാണ്. നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കമ്മിറ്റി, അതിനെ പറ്റിയിട്ടൊക്കെയാണ് പുസ്തകങ്ങൾ വായിക്കുക. പിന്നെ അപ്പൊ ഇത് കാരണം ഇവിടെ ഇത്
പൊളിറ്റീഷ്യനാണ് മേയർ, കമ്മീഷണർ ഗവൺമെന്റ് എംപ്ലോയിയാണ്. പിന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ പറഞ്ഞാൽ ആ സ്ഥാപനം എന്തിനു വേണ്ടിയിട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ, അതേമാതിരി ആ സിറ്റിയിലത്തെ ഭരണം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ. സിറ്റിയിൽ അവിടെ അഡ്മിനിസ്ട്രേഷനും എല്ലാം നടത്തുന്നതും ഒക്കെ അവരാണ്. അവരുടെ കീഴിൽ സെക്രട്ടറി ഉണ്ടാവും, സ്റ്റാഫ് ഉണ്ടാവും, അവരുടെ ഡ്യൂട്ടി ഉണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, ലാൻഡ്, ഇത് ഒക്കെ പല 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 കാര്യങ്ങളും അവർ ചെയ്യേണ്ടതായ റോഡ് ഡെവലപ്മെന്റ്, പിന്നെ ഓരോ റോഡിന് പേരിടുക, അതേമാതിരി പലതും കുറേ സംഭാവനകൾ അവർ ചെയ്യാനുണ്ട്, പല കാര്യങ്ങളൊക്കെ, വാട്ടർ സപ്ലൈ ഇതൊക്കെ. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ ഇവരൊക്കെ അസിസ്റ്റ് ചെയ്യും. ഓക്കെ, നോ മുനിസിപ്പാലിറ്റിയുടെ മേയർ ഇൻ കൗൺസിൽ. പിന്നെ ഇവിടെ കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ, അവർക്ക് ഇത് ഭരിക്കാൻ ഓരോ കൗൺസിൽ, അത് ഓരോ സ്ഥലത്ത് ഓരോ വിധമാണ്. ഞാൻ അതാ പറയുന്നത്, അത് സ്റ്റേറ്റ് ഗവൺമെന്റാണ് തീരുമാനിക്കുക നോട്ടിഫിക്കേഷനിൽ, കേട്ടോ. പക്ഷെ എല്ലാവരുടെ ഡ്യൂട്ടി ഒന്ന് തന്നെയാണ്. കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷനെ പറ്റിയിട്ട് വിശദീകരിച്ചൊന്ന് വായിക്കുക. പിന്നെ ഈ ഒരു സെക്കൻഡ്, ബോറോ കമ്മിറ്റി പറഞ്ഞ സ്വയം ഭരണാധികാരമുള്ള പട്ടണം. ഓക്കെ, സ്വയം ഇത് ബോറോ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ സ്വയം ഭരണാധികാരമുള്ള പട്ടണമോ അല്ലെങ്കിൽ നഗരമോ. വാർഡ് കമ്മിറ്റി പറഞ്ഞു. അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി, ദി ഫോളോയിങ് ആർ ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ അതോറിറ്റി ടു പ്രിപ്പയർ. അവരുടെ ഡ്യൂട്ടി എന്താണ്? ഇംപ്ലിമെന്റ് പ്ലാൻ ഫോർ ദ ഡെവലപ്മെന്റ്, നമ്മുടെ പല പല ഡെവലപ്മെന്റ് പ്രോഗ്രാം. സോണൽ ഡെവലപ്മെന്റ്, ഏരിയത്തെ ഡെവലപ്മെന്റ്. പിന്നെ ഏരിയ മേ ബി ഡിവൈഡ്, അത് പലതും ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഇന്നത് ഇന്നത് ഇന്നത്, ആ സ്ഥലത്ത് ഇത് ഇന്നത്, ഈ സ്ഥലത്ത് ഇതൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് പ്ലാൻ ഉണ്ടാക്കുക. കൺട്രോൾ ഓഫ് ദ യൂസ് ഓഫ് ദ ലാൻഡ്, എങ്ങനെ യൂസ് ചെയ്യണം, അത് പ്ലാനിങ്ങോട് കൂടി ചെയ്യണം. അത് ആ ഏരിയ പ്ലാൻ ചെയ്യാൻ പാടോ? അതായത് കോസ്റ്റൽ ഏരിയ ആണോ, കടലിന്റെ തീരത്താണെങ്കിൽ 10 പ്രാവശ്യം ആലോചിക്കണം. കാരണം അത് കോസ്റ്റൽ ബെൽറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പൊ ലാൻഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ വളരെ 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 ശ്രദ്ധിച്ചിട്ട് അപ്രൂവൽ എൻവയോൺമെന്റൽ ഇതൊക്കെ എടുത്തിട്ടേ പറ്റൂ. എല്ലാ കാര്യത്തിലും എൻവയോൺമെന്റൽ ക്ലിയറൻസ് വേണം. വേരിയസ് പർപ്പസസ് ടു ക്യാരി ഔട്ട് ഡെവലപ്മെന്റ് വർക്ക്. സി, എന്താണ് ഞാൻ പറയുന്നത് അറിയോ? യു ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് ബോംബെ. 9 ദ്വീപ് കൂടിയതാണ് ബോംബെ സിറ്റി. പലർക്കും അറിയില്ല. അതായത് പെട്ടെന്ന് ഒരു മഴ വന്നിട്ടുണ്ടെങ്കിൽ 4 പുറം വെള്ളത്തിൽ മുങ്ങും. ജൂൺ മാസത്തില് കംപ്ലീറ്റ് വെള്ളത്തിലായിരിക്കും ബോംബെ. റെയിൽവേ ട്രാക്ക് എല്ലാം 4 പുറം കടലാണ്, മനസ്സിലായില്ലേ? അപ്പോ 9 ദ്വീപാണ് പണ്ടുണ്ടായിരുന്നത്. അത് 4 പുറം കടലിൽ ചുറ്റപ്പെട്ട പിന്നെ സിറ്റി. അവിടെ നിങ്ങൾ എന്തെങ്കിലും ലാൻഡോ ബിൽഡിംഗ് ഇതൊക്കെ പണിയുന്ന സമയത്ത് ഇപ്പൊ കുറെ ടവർ ബിൽഡിങ്സും കണ്ടുമാനം വന്നിരുന്നു. പണ്ട് 40 നിലയ്ക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പണ്ട്. ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കഫേ പേരുടെ അവിടെ, ഓഫ് കോഴ്സ് എയർ ഇന്ത്യ, ഞാൻ വർക്ക് ചെയ്യുന്ന എയർ ഇന്ത്യ ഹെഡ്ക്വാർട്ടറിലായിരുന്നു. അത് 24 നില ബിൽഡിംഗ് ആയിരുന്നു. പക്ഷെ ഒരാൾ 40 നിലയ്ക്ക് ഇത് കൊടുത്തില്ല അന്ന്. കാരണം എന്താ വെച്ചാ ലാൻഡ് ഇതല്ല, ഒരു ശക്തി എന്നതിന് പറയാ എന്താണ്, പാറക്കല്ല് മാതിരിയുള്ളതായിരിക്കണം. കാരണം അത് ചതുപ്പ് നിലങ്ങളാണ് പലതും. ലാൻഡ് 4 പുറം വെള്ളമല്ലേ. അതേ പ്രകാരമാണ് കേരള. കൊച്ചി, ടേക്ക് ദി എക്സാമ്പിൾ, സറൗണ്ടഡ് ബൈ സീ, ബേക്ക് വാട്ടർ, വെമ്പനാട്ടുകായല്, അറബിക്കടൽ അപ്പുറത്ത് ഇപ്പുറത്ത് നോക്കൂ, എല്ലായിടത്തും വെള്ളം, മനസ്സിലായില്ലേ? കടലെടുത്തുകൊണ്ട് പോകണം പല ഏരിയ. അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഡെവലപ്മെന്റ് നോക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയാം. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ. ഇപ്പൊ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ? വാർഡ് കമ്മിറ്റി ഞാൻ പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ കാര്യമായിട്ട് ഇപ്പൊ ഇതിൽ പറയാനില്ല. ഫൈനാൻസിനെ പറ്റി പറയാണ്ട്, നികുതി പിരിക്കല്, പ്രോപ്പർട്ടി ടാക്സ്, ഭൂമി നികുതി, പ്രോപ്പർട്ടി ടാക്സ്, രജിസ്ട്രേഷന്റെ, അഡ്വർടൈസ്മെന്റ്, അതിന്റെ ടാക്സ് അങ്ങോട്ട് പോണം മുനിസിപ്പാലിറ്റിക്ക്. നോൺ ടാക്സ് റവന്യൂ ഇൻകം, റെന്റ്, റോയൽറ്റി, ഇൻട്രസ്റ്റ്, ഫീസ്, പ്രോഫിറ്റ് ഡിവിഡന്റ്, യൂസർ ചാർജസ്, 1% ഇതൊക്കെ ഉണ്ടല്ലോ, സെസ് ഇതൊക്കെ ഉണ്ടല്ലോ, 1% സെസ് ഇതൊക്കെ, പബ്ലിക് യൂട്ടിലിറ്റീസ്, വാട്ടർ, സിവറേജ്, ഇതെല്ലാം പോകുന്ന അവിടെ മുനിസിപ്പാലിറ്റിക്കാണ്, മുനിസിപ്പൽ കോർപ്പറേഷനാണ്. വെള്ളത്തിന്റെ ചാർജ്, ഇലക്ട്രിസിറ്റിയുടെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പോകും. സിവറേജ് ചാർജസ്, മനസ്സിലായോ? പിന്നെ ഡിവിഡന്റ്, അതൊക്കെ ഞാൻ പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മുടെ അതിന്റെ പണത്തിന്റെ ഇത്. പിന്നെ ഡെവല്യൂഷൻ ഓഫ് ഫണ്ട്, പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തേ പറ്റൂ, ഗ്രാന്റ് കൊടുക്കണം. പിന്നെ യൂണിയൻ ഗവൺമെന്റ് കൊടുക്കണ്ട പല നമ്മുടെ ഓരോരോ ഇതിനു വേണ്ടിയിട്ട്, ഈ സെൽഫ് എംപ്ലോയ്മെന്റ് ജനറേഷന് വേണ്ടിയിട്ട്, നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി യൂണിയൻ ഗവൺമെന്റ് കണ്ടമാനം ചെയ്യുന്നുണ്ട്. അത് സ്റ്റേറ്റ് ഗവൺമെന്റും അതെ. സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിയൻ ഗവൺമെന്റ് സപ്പോർട്ട് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓരോരോ ഇതിന്
ഡെവലപ്പ് ഓരോ പ്രോഗ്രാംസോ, കാരണം ഇതൊക്കെ ഹെവി എക്സ്പെൻഡിച്ചർ വരുന്നതാണ് കംപ്ലീറ്റ്, മനസ്സിലായില്ലേ? അപ്പൊ അത് സെൻട്രൽ ഗവൺമെന്റിന്റെ എയ്ഡ് ഉണ്ടാവും, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എയ്ഡ് ഉണ്ടാവും. പക്ഷെ പ്രോപ്പറായിട്ട് പിന്നെ ബോറോയിങ്, കടം വാങ്ങുന്നത് ശ്രദ്ധിക്കണം. ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവൽ ഇല്ലാണ്ട് ബോറോയിങ് മേടിക്കരുത്, കടമെടുക്കരുത്. എന്തിന് ഏതിന്? ഇതിനൊക്കെ അപ്രൂവൽ എടുത്തിട്ട് മാത്രം, അല്ലെങ്കിൽ ദാരി തിരിച്ചു കൊടുക്കും. ഇൻട്രസ്റ്റ് എത്ര? ഇപ്പൊ ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓവർ ഡ്രാഫ്റ്റ് എവിടുന്ന് കൊടുക്കും? ഇതൊക്കെ നോക്കണം. അല്ലെങ്കിൽ പ്രശ്നം ബിൽഡിങ് ജപ്തി ചെയ്യും, പഞ്ചായത്ത് ബിൽഡിങ് ജപ്തി ചെയ്യും, ഓഫീസർമാരെ ഇത് ചെയ്യും. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കടങ്ങൾ എടുക്കാൻ. ഗവൺമെന്റിന്റെ അപ്രൂവൽ അല്ലാണ്ട് എടുക്കരുത്. കാരണം ഗവൺമെന്റിന് വേണ്ടിയിട്ടാണല്ലോ ഇത് പഞ്ചായത്ത്. അപ്പൊ അതൊക്കെ നോക്കുക. പിന്നെ അപ്പൊ ഇതിന്റെ അപ്രൈസൽ എന്ന് പറയാൻ നോക്കൂ, വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ഇലക്ഷനോട് കൂടി വളരെ സുന്ദരമായിട്ട് നടക്കുന്നത്. ഓരോ സ്റ്റേറ്റിൽ ഓരോരോ വിധത്തിലാണ്. പക്ഷെ ഓരോ സ്റ്റേറ്റ് ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതാത് സ്റ്റേറ്റ് ഗവൺമെന്റാണ് അവിടുത്തെ പഞ്ചായത്ത് രാജ് സിസ്റ്റം ചെയ്യേണ്ടത്. പിന്നെ അർബനൈസേഷൻ ഈസ് എൻ ഇമ്പോർട്ടന്റ് ആൻഡ് കോംപ്ലക്സ് പ്രോസസ് ഇൻ ദ കൺട്രി. വളരെ നമ്മുടെ രാജ്യം തന്നെ കോംപ്ലക്സ് ഇതാണല്ലേ അഡ്മിനിസ്ട്രേഷൻ. എത്ര 28 സ്റ്റേറ്റ്, 9 യൂണിയൻ ടെറിട്ടറി, ഓരോന്ന് ഓരോ വിധത്തിലല്ലേ. ഓരോ സ്റ്റേറ്റ് കിടത്തൊക്കെ ഉണ്ടോ? ഓരോ അരുണാചൽ പ്രദേശ് എവിടെ, ലഡാക്ക് എവിടെ, അങ്ങനെയാണ് നമ്മുടെ ഭൂപ്രകൃതി. അപ്പൊ അതിന്റെ ഭരണം അതേമാതിരി ആയിരിക്കും. കാരണം എന്താ, അത്ര ബുദ്ധിമുട്ടുള്ളതാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകണമെന്ന് വെച്ചാൽ ചിലപ്പോൾ 3 ദിവസം പിടിക്കും. ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും മറ്റേതൊക്കെ. ആ ഒരു മലയിൽ നിന്ന് മറ്റേ മല, അവിടെ വാഹന സൗകര്യം ഉണ്ടാവില്ല ചില സമയത്തേ. അപ്പൊ അവിടെ ഭരിക്കണ്ടേ? ഹിമാചൽ പ്രദേശിലെ എന്തായാലും പറയാ ദീപ്തി 2 ഡിസ്ട്രിക്ട് ഉണ്ട്. എന്നും 6 മാസം മഞ്ഞിലായിരിക്കും ആ ഡിസ്ട്രിക്ട്. എന്തായാലും പറയാ ദീപ്തി. ഞാൻ എസ്എമ്മിലെ പോയപ്പോ എന്ത് ദീപ്തിയാ, സത്യദീപ്തി എന്തോ ഒരു ഇതുണ്ട്. 2 ഡിസ്ട്രിക്ട്, 2ഉം 6 മാസം ഇതായിരിക്കും, മഞ്ഞു മൂടി കിടക്കുന്ന സ്ഥലമാണ്. മനസ്സിലായ? അങ്ങനെ അപ്പൊ അതൊക്കെ ഇതില് അഡ്മിനിസ്ട്രേഷനിൽ പെട്ടതാണ്. അതൊക്കെ അവിടെയൊക്കെ എങ്ങനെ ജനങ്ങൾ ജീവിക്കുന്ന, അവരുടെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് എന്തൊക്കെയാണ്. വാട്ടർ സപ്ലൈ എങ്ങനെ അവിടെ ഐസാണ്. നമ്മുടെ പൈപ്പിൽ വെള്ളം വരില്ല. പൈപ്പ് തുറന്നിട്ടും ഉറച്ചിട്ടും പൈപ്പ്. അപ്പൊ അവിടെ എങ്ങനെ ശുദ്ധജലം കൊടുക്കുക? ഇതൊക്കെ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. അപ്പോ മുനിസിപ്പാലിറ്റിയുടെ ഡ്യൂട്ടിയാണ് അതൊക്കെ, പഞ്ചായത്തിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഇതാണ് ഈ ഇതിനെപ്പറ്റി പറയാനുള്ള. അടുത്തത് ബ്ലോക്ക് 3 എമർജിങ് ഇഷ്യൂ. ഇന്നത്തെ പ്രശ്നം പല ചാലഞ്ചിങ് ഇതുണ്ട്. കാരണം എന്തറിയോ, ജനങ്ങളുടെ ആവശ്യം വർദ്ധിച്ചവരാണ്. വിദ്യാഭ്യാസം വേണം, കോളേജസ് വേണം, പല പുതിയ നമുക്ക് നോക്കൂ. പണ്ട് ഈ കോവിഡിന് മുമ്പേ നമുക്ക് ഇലക്ട്രിസിറ്റി പോട്ടെ, വരുമ്പോ വരട്ടെ. ഇപ്പോഴോ നെറ്റ് പഠിക്കുന്നത് ഇതാണ്, നമ്മുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലൊക്കെ അല്ലേ ഓൺലൈൻ ക്ലാസ്. അപ്പൊ എന്താണ് നെസസിറ്റി? അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ ഇസ് റിക്വയർഡ്. അപ്പൊ നെസസിറ്റി ചേഞ്ചിങ്. സെൻട്രൽ സ്റ്റേറ്റ് ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ, അതിനെപ്പറ്റി പറയാം. അപ്പോ സ്റ്റേറ്റ് ലെവൽ അടുത്ത യൂണിറ്റ് ആണത്. ഏതാത് 14ാമത്തെ ലാസ്റ്റ് യൂണിറ്റ് ആണത്. ലോക്കൽ സെൽഫ് എമർജൻസി പ്രൊവിഷൻ അപ്രൈസൽ. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്യൂർ ഫെഡറൽ അല്ല, യൂണിറ്ററി അല്ല. യൂണിറ്ററി പറഞ്ഞാൽ ഒന്ന് സിംഗിൾ, സെൻട്രൽ ഗവൺമെന്റ് മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മുടെ യൂണിറ്ററിയാണ്, അത് സിംഗിൾ ആണ്. അത് ഞാൻ പറയാം. അത് എമർജൻസി വരണം, വാറൊക്കെ വരുന്ന സമയത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് പവറില്ല, സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കും. ഓക്കെ, ദി ഫെഡറൽ ഫോം അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല. അത് ജസ്റ്റ് യൂണിറ്റ് 2, ദ സ്റ്റേറ്റ് ഷുഡ് ഹാവ് the freedom to follow their own policies except to the extent that parliament itself decide on legislate under the powers given to it under the. അപ്പൊ എന്താണ് പറയുന്നത്? പാർലമെന്റാണ് റൂൾ ഉണ്ടാക്കുന്നത്. ഭരണഘടന, സുപ്രീം ലോ ഓഫ് ദ കൺട്രി. എന്തൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പ്ലാൻ ഡെവലപ്മെന്റ്, നമ്മുടെ 5 year പ്ലാൻ ഉണ്ട്, നിതി ആയോഗ് ഉണ്ട്, നാഷണൽ ഇന്റിഗ്രേഷൻ ഉണ്ട്. അപ്പോ മെയിൻ്റെനൻസ് ലോ ആൻഡ് ഓർഡർ resulted in a considerable degree of decentralization of powers in the hands of the center. പിന്നെ സെൻട്രലിന്റെ കീഴിൽ പല ഇതുണ്ട്. അതായത് ആർമി, നേവി, റാപ്പിഡ് ആംഡ് ഫോഴ്സ്, CISF, പിന്നെ ഇത് ആസാം റൈഫിൾസ്, അതേമാതിരി പലരും ലോ ആൻഡ് ഓർഡർ സ്റ്റേറ്റിന്റെ സബ്ജക്റ്റ് ആണ്. പക്ഷേ സെൻട്രലുണ്ടത് ഓർക്കണം. മനസ്സിലായോ? കാരണം സ്റ്റേറ്റിന്റെ വർക്ക് ഫോഴ്സ് കമ്മിയായിരിക്കും. പക്ഷേ ആർമി, നേവി 13 ലക്ഷത്തെയാണ് ആർമി. നമ്മുടെ രാജ്യം കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ഇത്, മനസ്സിലായില്ലേ? ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്.
അപ്പൊ അതൊന്നും സ്റ്റേറ്റിന് താങ്ങാൻ പറ്റില്ലല്ലോ. ഓക്കെ, സോ ഇനി പറയാനുള്ളത് സെൻട്രൽ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ്. ദി കോണ്ടക്സ്റ്റ് ഓഫ് സ്റ്റേറ്റ് ലോക്കൽ ഇലക്ഷൻ റിലേഷൻ, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ലോക്കൽ ബോഡീസ് ആർ ക്രീച്ചർ ഓഫ് സ്റ്റേറ്റ്സ്. സ്റ്റേറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ലോക്കൽ ഗവൺമെന്റ് പറഞ്ഞ പഞ്ചായത്തും മുനിസിപ്പാലിറ്റി ഒക്കെ വിച്ച് ഇസ് എ സ്റ്റേറ്റ് സബ്ജക്ട്, ഇത് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. ലിസ്റ്റ് 2 ഓഫ് ദ 7th ഷെഡ്യൂൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദി സ്റ്റേറ്റ് ആണ് ഇതിന്റെ ലെജിസ്ലേഷൻ പാസ് ചെയ്യുന്നത് പഞ്ചായത്തിന്റെ ഒക്കെ. റിഗാർഡിംഗ് പഞ്ചായത്ത് രാജ് സിസ്റ്റം, മുനിസിപ്പാലിറ്റി, ഏത് മുനിസിപ്പാലിറ്റി വേണം, എത്ര മുനിസിപ്പാലിറ്റി എല്ലാം തീരുമാനിക്കേണ്ടത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റാണ്. സെൻട്രൽ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് നോക്കൂ, ഇവിടെ പറയാനുള്ളത് adequate provision have been made in the constitution for the division of executive powers between the center and state. Executive power of the, അതായത് നിങ്ങളുടെ ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഗവൺമെന്റ് എപ്പോഴും, സെൻട്രൽ ഗവൺമെന്റ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. സെൻട്രൽ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം, അല്ലെങ്കിൽ രാജ്യം നിലനിൽക്കുക. പിന്നെ അതൊന്ന്. രണ്ടാമത്, സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷനിന്റെ മീതെയാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ, അത് ഓർക്കണം. സെൻട്രൽ ഇപ്പൊ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഒരു മുഖ്യമന്ത്രി ഉണ്ട്, അത് തോന്നിയമാതിരി നടത്തുന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് റൂൾ ഡിക്ലെയർ ചെയ്യും സെൻട്രൽ ഗവൺമെന്റ്. ദർ ഇസ് എ പ്രൊവിഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ എപ്പോഴും ലോ, സുപ്രീം ലോ അവിടെയാണ്. പക്ഷെ സ്റ്റേറ്റിന് അധികാരം കൊടുത്തിട്ടുണ്ട്, എല്ലാ സമയത്തും അത് ചെയ്യില്ല, അതല്ല പറയുന്നത്. പക്ഷെ അതാണ് ഞാൻ പറയുന്നത്. അത് പിന്നെ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ സ്റ്റേറ്റ് ഷുഡ് ബി സോ എക്സസൈസ് ഇൻ, ഓക്കെ. പിന്നെ യൂണിയൻ പാർലമെന്റിനാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്, അത് സെൻട്രൽ ഗവൺമെന്റ് ആണ്, അവിടെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ഡസ് നോട്ട് കംപ്ലൈ വിത്ത് സെന്റർ, ദ ലേറ്റർ മേ ഇൻവോക്ക് പിന്നെ അഡ്മിനിസ്ട്രേഷൻ വിത്ത്. എന്തെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇത് പാലിച്ചിട്ടില്ലെങ്കിൽ പിന്നെ സെൻട്രൽ ഗവൺമെന്റ് അതിൽ ആക്ഷൻ എടുക്കും. കാരണം എന്താ പറയുക, ഇപ്പോൾ കോവിഡ് പുറത്തു പോകരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് മാസ്ക് കെട്ടണം, അല്ല ഞങ്ങളുടെ സ്റ്റേറ്റിൽ വേണ്ട, മാസ്ക് വേണ്ട, യാതൊന്നും വേണ്ട പറഞ്ഞാൽ പിന്നെ അവർ തീരുമാനിക്കുക എന്താണെന്ന്. കാരണം മരുന്ന് സപ്ലൈ ഉണ്ട്, അത് സപ്ലൈ ഇല്ലേ എന്നാ അനുഭവിക്കുക. കാരണം മരുന്ന് ആകെ സപ്ലൈ ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റാണ് കൺട്രോൾ ചെയ്യുന്നത്. കോവിഡിന്റെ ആകെ 2-3 കമ്പനിയല്ലേ ഉള്ളത്. ആരാത്? അവര് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റാണ് കൊടുക്കണം, സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് മരുന്ന് തരില്ലേ അവിടെ കിടക്കുക. അപ്പൊ ആരാ മരിക്കുക? അതൊന്ന്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നം, കോൺഫ്ലിക്റ്റ് ഒരിക്കലും പാടില്ല സെൻട്രൽ ഗവൺമെന്റ് ആയിട്ട്, കേട്ടോ. ഒരു സ്റ്റേറ്റും സെൻട്രൽ കോൺഫ്ലിക്റ്റ് ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, പക്ഷെ എപ്പോഴും കോർഡിയൽ റിലേഷൻ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യണം സെൻട്രൽ ഗവൺമെന്റ് ആയിട്ട്. അതാണ് ചെറിയ ഡിഫറൻസ് ഒപ്പീനിയൻ ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയിൽ അതുണ്ടായിരിക്കും, അതല്ലേ ഡെമോക്രസി. അങ്ങനെ നഖശികാന്ത് ചില സമയത്ത് വിമർശനം ഉണ്ടാവും, വിമർശനം അതേ വിധത്തിൽ എടുക്കണം. ഇപ്പൊ നമ്മുടെ ഇപ്പൊ മോഡി ആയാലും ശരി, വേറെ ആരെങ്കിലും ശരി, അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, അവർ അതേ സ്പിരിറ്റിൽ എടുക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം അവർ സ്റ്റേറ്റിനെ ഒന്നും നോക്കാതെ ഇരിക്കണം. എല്ലാ സ്റ്റേറ്റിനും വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നില്ലേ, എല്ലാ ഡെവലപ്മെന്റ് പ്രോഗ്രാമും ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ രാഷ്ട്രീയപരമായിട്ട് വേറെ, അഡ്മിനിസ്ട്രേറ്റീവ് വേറെ, കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ വേറെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫൈനാൻഷ്യൽ, സ്റ്റേറ്റിന് പൈസ കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ടാക്സ്, പലതിന്റെ റവന്യൂ, അതിന് പുറമെ യൂണിയൻ എക്സൈസ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അപ്പോയിന്റ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ് ഞാൻ പറഞ്ഞ റിലേഷൻസ്. പിന്നെ ഫൈനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂ തീരുമാനിക്കേണ്ടത്, GSTയുടെ ഇതൊക്കെ തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്, സ്റ്റേറ്റിന് എത്ര കൊടുക്കണമെന്ന്. അതിന്റെ ഭാഗമല്ലേ പഞ്ചായത്തിന് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്റ്റേറ്റിന്റെ ഇത് കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, പാർലമെന്റാണ് എല്ലാ റൂൾ ഉണ്ടാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പോലീസ്, അഡ്മിനിസ്ട്രേഷൻ, ജസ്റ്റിസ്, പ്രിസൺ, ലോക്കൽ ഗവൺമെന്റ്, അഗ്രികൾച്ചർ, പബ്ലിക് ഹെൽത്ത്, ഇതൊക്കെ സ്റ്റേറ്റിന്റെ ആണ്, മനസ്സിലായില്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂണിയൻ, അതൊക്കെ പോട്ടെ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. ടാക്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. വേറൊരു കാര്യം, ടാക്സ് ലെവീഡ് അത് ഷെയർ ചെയ്യുന്നു. ഇനി പൊളിറ്റിക്കൽ പാർട്ടിയുടെ റെക്കഗ്നേഷൻ വേണമെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നത്, മനസ്സിലായി, ഇലക്ഷനില്. അതായത് റെക്കഗ്നൈസ് നാഷണൽ പാർട്ടി ഏത് പാർട്ടിയാണ് തന്നെ ഇത്, അതിന്റെ റെക്കഗ്നേഷൻ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷണറാണ് കൊടുക്കുന്നത്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. പിന്നെ വേറൊന്ന്, ഗെറ്റിംഗ് റെക്കഗ്നൈസ്, നമ്മുടെ പാസ്പോർട്ട് ആരാ? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, പൊളിറ്റിക്കൽ പാർട്ടി, റെക്കഗ്നേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. റെക്കഗ്നേഷൻ എടുത്തു കളയാനുള്ള അധികാരം അവർക്കുണ്ട്. എന്തെങ്കിലും പാർട്ടികൾ രാജ്യത്തിനെതിരായി പ്രവർത്തിച്ചെങ്കിൽ റെക്കഗ്നേഷൻ പോവും, മനസ്സിലായില്ലേ. റെക്കഗ്നേഷൻ ഇല്ലെങ്കിൽ മത്സരിക്കാനും പറ്റില്ല ഒരു പാർട്ടി.
എംബ്ലം വേണ്ടേ? എംബ്ലം കൊടുക്കില്ല, അല്ലെങ്കിൽ പിന്നെ ഇൻഡിപെൻഡൻ്റ് നിൽക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഭരണഘടന എന്തായാലും സത്യപ്രതിജ്ഞ ചെയ്യണം. ഭരണഘടനയ്ക്ക് ഇതിനായിട്ട് ഒരൊറ്റെണ്ണത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അങ്ങനെ പിന്നെ ഡെപ്പോസിറ്റ്, അതായത് ലോകസഭ ഇലക്ഷൻ ഡെപ്പോസിറ്റ് കൊടുക്കണം, അത് സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കണം. രാജ്യസഭ ഇതിന് അസംബ്ലിക്ക് എത്രയാണെന്ന് അത് അവരാണ്, ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്, സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ നമുക്ക് റിലേഷൻ നോക്കിക്കോളൂ. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നോമിനേഷൻസ് എങ്ങനെ വിഡ്രോ ചെയ്യല് ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ആണ് തീരുമാനിക്കുക, ഇലക്ഷൻ എങ്ങനെ കണ്ടക്ട് ചെയ്യണമെന്ന്. അടുത്തത് ആന്റി ഡിഫെക്ഷൻ ലോ, അതായത് ഭൂരിപക്ഷം ചിലരുണ്ടല്ല കുറെ ജയിച്ചിട്ട് നേരെ മറ്റേ പാർട്ടിയിലാണ് ജോയിൻ ചെയ്തു. അപ്പൊ പുതിയ റൂൾ എന്താ വെച്ചാൽ രാജിവെക്കണം, എന്നിട്ട് പാർട്ടിയിൽ ജോയിൻ ചെയ്തു. അല്ലാണ്ട് ഈ പാർട്ടി ചിഹ്നത്തിൽ നിന്നിട്ട് ജയിച്ചു എന്നിട്ട് വേറൊരു പാർട്ടിയിൽ അങ്ങോട്ട് പോയി, അത് പറ്റില്ല. അപ്പോഴും സെൻട്രൽ ഗവൺമെന്റ് ഇടപെട്ടും. ആന്റി ഡിഫെക്ഷൻ, പിന്നെ അക്കോർഡിംഗ് ടു പാർട്ടി വോളണ്ടറി മെമ്പർഷിപ്പ് ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടി, അങ്ങനെ 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 പോകുന്നു. പിന്നെ യെസ്, ഓക്കെ, ഇനിയുണ്ട്, കുറെ ഉണ്ട്. പിന്നെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദിയാണ്, അതും സെൻട്രൽ ഗവൺമെന്റ് ഇതാണ്. പിന്നെ വേറൊന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. പിന്നെ യെസ്, അത് കഴിഞ്ഞിട്ട് പേഴ്സൺ ഹു റിസൈൻ ഫ്രം മെമ്പർഷിപ്പ് ഓഫ് ദ പാർട്ടി, അത് പോട്ടെ, സുപ്രീം കോർട്ട്. ഒഫീഷ്യൽ ലാംഗ്വേജ് പറഞ്ഞു. പഞ്ചായത്ത് രാജ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. 3 ടയർ ഇതാണ് വില്ലേജ് പഞ്ചായത്ത്. പിന്നെ ഒരു വില്ലേജ് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ 5 മുതൽ 31 വില്ലേജ് വരെയുള്ളതാണ് ഒരു 5 മുതൽ 31 ഉള്ള ഒരു ഗ്രാമസഭ ഉള്ളതാണ് ഒരു പഞ്ചായത്ത്. അതേമാതിരി പിന്നെ ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് അക്കൗണ്ടബിൾ ടു ദി ആക്ഷൻ ആൻഡ് ഗ്രാമപഞ്ചായത്ത് കൺസിസ്റ്റ് അഡൾട്ട്. ഓക്കെ, ഇവിടെ എന്താണ്? പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്. 20 മുതൽ 60 വരെ വില്ലേജസ് കൂടിയതാണ് ബ്ലോക്ക് പഞ്ചായത്ത്. ജില്ലാ പരിഷത്ത് അത് 3 ടയർ ആണ്. മൂന്നാമത്തെ ഹയസ്റ്റ് ഇതാണ് ഡിസ്ട്രിക്ട് ഇതാണ്. ഇതൊക്കെ ആണ് നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷന്റെ ഇത്. ഓക്കെ, നൗ division of administrative powers between the center and the state as per constitutional directives of union to the state government. നമുക്ക് സ്റ്റേറ്റ്, നമ്മുടെ ഈ ഭരണഘടന പ്രകാരം സ്റ്റേറ്റ് ഗവൺമെന്റിന് പല ഇത് കൊടുത്തിട്ടുണ്ട്, അധികാരങ്ങൾ. അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, മിനിമം വേജസ്, ജയില്, ലോ ആൻഡ് ഓർഡർ, അതൊക്കെ യൂണിയൻ പല ഡയറക്റ്റീവ്സ് അതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. IAS സിവിൽ സർവീസ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഡെലിഗേഷൻ ഓഫ് യൂണിയൻ ഫങ്ഷൻസ് ടു ദ സ്റ്റേറ്റ്, ചില ഡെലിഗേഷൻ ഇത് നമ്മുടെ യൂണിയൻ ഫങ്ഷൻ ഉണ്ട്, അത് സ്റ്റേറ്റിന് കൊടുക്കും. പിന്നെ വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ സർവീസ് IAS എല്ലാം ഇത് നമ്മുടെ സിവിൽ സർവീസ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റാണ് കൊടുക്കുന്നത്. സിവിൽ സർവീസ് ഈ കേരള കേഡർ, തമിഴ്നാട് കേഡർ, കർണാടക കേഡർ, ആന്ധ്രാപ്രദേശ് കേഡർ, UPSC സെലക്ഷൻ ആണല്ലോ. പിന്നെ എവിടെയെങ്കിലും പ്രശ്നമോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മിലിറ്ററി ഡിപ്ലോയ്മെന്റും സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇപ്പോൾ JNK, അതേമാതിരി ചിലപ്പോൾ എവിടെയെങ്കിലും ട്രിബിൾഡ് ഏരിയ ഉണ്ടോ വിചാരിക്കുക, അവിടെ മിലിറ്ററി പെട്ടെന്ന് ഇറങ്ങും. മിലിറ്ററി പെട്ടെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പെർമിഷൻ എടുക്കണ്ട, മിലിറ്ററി പാരാമിലിറ്ററി, അല്ലാണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ചോദിച്ചിട്ടല്ല. എവിടെ പ്രശ്നം, കാരണം അൾട്ടിമേറ്റ്ലി രാജ്യം ഉണ്ടെങ്കിലല്ലേ സ്റ്റേറ്റ് ഉള്ളൂ, അല്ലേ? രാജ്യം നിലനിൽക്കില്ല, അവിടെ അത്രത്തോളം പ്രശ്നം വിചാരിക്കും. ചിലപ്പോൾ ടെററിസ്റ്റ് അങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്ത് വിചാരിക്കുക, ഇവിടെ പെർമിഷൻ എടുക്കാൻ പറ്റുമോ? വേറൊരു പാർട്ടിയായിരിക്കും അവിടെ ചില സമയത്ത് ഭരിക്കുന്നത്. സപ്പോസ് ഈ ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് JNK അല്ലെങ്കിൽ അരുണാചൽ പ്രദേശ്, പെട്ടെന്ന് പട്ടാളം തീരുമാനിക്കും കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള രാജ്യം കൊണ്ടുപോകും. പിന്നെ അതേമാതിരി നമ്മൾ കടന്ന് യുക്രൈനിലും മറ്റേ റഷ്യയും അതേമാതിരിയുള്ള പ്രശ്നങ്ങളുണ്ടാവും ചില സമയത്ത്. അത് അപ്പൊ തീരുമാനം. പാരാമിലിറ്ററി ഫോഴ്സസ്, CRPF, CASF, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ആസാം റൈഫിൾസ്, ഇതൊക്കെ ഹോം മിനിസ്റ്ററുടെ കീഴിലുള്ളതാണ്. അതൊക്കെ ഹോം മിനിസ്ട്രി, അവർ റാപ്പിഡ് ആർമഡ് ഫോഴ്സ്, ഇതെല്ലാം അവരുടെ കീഴിൽ വരുന്നതാണ്. അത് നമ്മുടെ എയർപോർട്ടിൽ കാണുന്നത് CASF ആണ്, അതെല്ലാം സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ചില സമയത്ത് 2 സ്റ്റേറ്റിലും 3 സ്റ്റേറ്റിലും കൂടി പബ്ലിക് സർവീസ് കമ്മീഷൻ. പിന്നെ ഓരോ സ്റ്റേറ്റിലുണ്ട്, അത് നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. ഇനി പരമപ്രധാനമായുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജുഡീഷ്യൽ സിസ്റ്റം. സെൻട്രൽ സ്റ്റേറ്റിനെ പറ്റിയാണല്ലോ നമ്മൾ പറയുന്നത്. ഈ ജുഡീഷ്യറി ആരാ? നമ്മുടെ ഹൈക്കോടതിയിലെ ജഡ്ജിനെ ആരാ അപ്പോയിന്റ് ചെയ്യണം? പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. അപ്പൊ നോക്കിയോ, സെൻട്രൽ
അതിന്റെ അർത്ഥം സെൻറ്ററെ കടക്കുന്ന റോള് നോക്കും, പക്ഷെ സ്റ്റേറ്റിന് വേണ്ടിയാണല്ലോ സേവനം. ആദ്യം ഓർക്കണം, ഓവറോൾ കൺട്രോൾ സെൻട്രൽ ഗവൺമെന്റ് ആണല്ലോ. ജുഡീഷ്യറിയില് ചീഫ് ജസ്റ്റിസ് നമ്മുടെ സുപ്രീം കോടതിയിൽ അത് സെൻറ്ററാണ്. ഇനി നമ്മളിപ്പോ സെൻട്രൽ ഗവൺമെന്റ് പറയുന്നില്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുക. ഇപ്പൊ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലേ പറയുന്നത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാ അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്ത് ആരാ? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. രാജിവെക്കുന്നത് ആരൊക്കെ? പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക്. അവർ രാജി സമർപ്പിക്കണം വെച്ചാൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് രാജിവെക്കണം, അല്ലെങ്കിൽ അവർ ഡിസ്മിസ് ചെയ്യണം വിചാരിക്കുക, അത് പിന്നെ ഇംപീച്ച്മെന്റ് ആണ്. അവസാനം ഡിസ്മിസ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ല കേട്ടോ. അപ്പോ ജുഡീഷ്യറിയിലെ ഇംപീച്ച്മെന്റിന് ശേഷം ഡിസ്മിസ് ചെയ്യണം വെച്ചാൽ ഒരു എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷനോ വേറെ എന്തെങ്കിലും ഇത് കറപ്ഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് അൾട്ടിമേറ്റ്ലി അപ്പോയിന്റിംഗ് അതോറിറ്റി പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. പിന്നെ പരമപ്രധാനമായത് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ. പിന്നെ ഇവിടെ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോരോ സ്റ്റേറ്റും സെൻട്രലും കൂടെ തമ്മിൽ ഒരു കൗൺസിൽ, അതായത് റീജിയണൽ ഉണ്ട് വേറെ കേട്ടോ. അതെന്തിനാ വെച്ചാൽ എല്ലാം കൂടി പറ്റില്ലല്ലോ. ഒരു 28 സംസ്ഥാനം, 9 യൂണിറ്റ്. അപ്പൊ അവരെന്താ ചെയ്യുക, ആദ്യം ഇന്റർ സ്റ്റേറ്റ് പറയട്ടെ. എല്ലാ ചീഫ് മിനിസ്റ്റർ അതിൽ മെമ്പറാണ്, പ്രൈം മിനിസ്റ്റർ ചെയർമാനാണ്, മനസ്സിലായില്ലേ? ഹോം മിനിസ്റ്റർ ഉണ്ടോ അതിൽ. അപ്പോൾ ഈ സ്റ്റേറ്റിന്റെ ഓരോരോ പ്രശ്നങ്ങൾ, ഓരോ സ്റ്റേറ്റിന്റെ അത് കൊല്ലത്തിൽ 1 തവണ 2 തവണ സംഭവിക്കും. അതിലും ഇത് പറ്റില്ല. കാരണം പ്രധാനമന്ത്രിക്ക് ആണ് അതിന്റെ ചെയർമാൻ, എല്ലാ ചീഫ് മിനിസ്റ്ററും. അപ്പൊ അവരുടെ പ്രശ്നം അവർ അവതരിപ്പിക്കും. ഓരോ സ്റ്റേറ്റിന്റെ ഓരോ വിധത്തിലുള്ള പ്രശ്നമാണല്ലോ. ഇപ്പൊ തമിഴ്നാട് ഒരു ടേക്ക് എക്സാമ്പിൾ, തമിഴ്നാട് അവർക്ക് മറ്റുള്ളവരെ മാതിരിയല്ല, അവർക്ക് വേറൊരു പ്രശ്നമുണ്ട്. ശ്രീലങ്കയിൽ നിന്ന് ആളുകൾ അവിടെ വരുന്നു, അതെങ്ങനെ തടയണം, അവരെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം നോക്കൂ. അവിടുത്തെ പഞ്ചാബില് വേറൊരു വിധത്തിലുള്ള പ്രശ്നം, മനസ്സിലായില്ലേ? പാകിസ്ഥാന്റെ ബോർഡറാണ്, അവിടെ നിന്ന് ചില സമയത്ത് അങ്ങനെ. ഓരോ അരുണാചൽ പ്രദേശ് വേറെ, ചൈനയുടെ പ്രശ്നമാണ്. മറ്റേ വേറെ സ്റ്റേറ്റുകളിൽ മിയാൻമാറിൽ നിന്ന് വരുന്നതാണ് ചിലത്, ബംഗ്ലാദേശിന്റെ നിന്ന് വരുന്നതാണ് കൽക്കട്ടയിലെ, മറ്റേ വെസ്റ്റ് ബംഗാളിൽ, അങ്ങനെ ചില പ്രശ്നങ്ങൾ. അപ്പൊ ഇപ്പൊ ഇതിന്ന് എന്താ മനസ്സിലായത്? ഓരോ സ്റ്റേറ്റിനും ഓരോ പ്രശ്നമുണ്ട്. അപ്പൊ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇന്റർ സ്റ്റേറ്റ്. പ്രധാനമന്ത്രിയാണ് അതിൻ്റെ ഇത്. അതില് പിന്നെ എല്ലാ ടോപ്പ് ഒഫീഷ്യൽസ് ഉണ്ടായിരിക്കും. പിന്നെ അടുത്തത് നമ്മുടെ റീജിയണല് ആയിട്ടും, അതായത് സദേൺ റീജിയൻ, വെസ്റ്റേൺ റീജിയൻ, ഈസ്റ്റേൺ റീജിയൻ എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിട്ടുള്ള അപ്പൊ എന്തുണ്ട്, ആ ഏരിയയിലത്തെ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യും. കാരണം ജമ്മു കാശ്മീരത്തെ പ്രശ്നം നമ്മുടെ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ആന്ധ്രയിലോ ബാധകമല്ലല്ലോ. അപ്പൊ എല്ലാം പൊതുവായിട്ടുള്ളത് അവിടെ ഇപ്പൊ GST ഇതേമാതിരിയുള്ളതൊക്കെ പൊതുവായിട്ട് സപ്ലൈ. പക്ഷെ ചില സ്റ്റേറ്റിന്റെ മാത്രമുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ ഇതേമാതിരി ചില 2 or 3 സ്റ്റേറ്റ് തമ്മിലുള്ള ഇതുണ്ടല്ലോ, സ്റ്റേറ്റിന് തമ്മിൽ ബോർഡറോ വേറെ എന്തെങ്കിലോ ടാക്സിന്റെ വേറെ വെഹിക്കിളിന്റെ ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റിന് പറ്റും. അതൊക്കെ എന്തെങ്കിലും ഈ മറ്റുള്ള സംസ്ഥാനത്തിന്റെ ഇതൊക്കെ നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്യും. സോണലായിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്. ഈ നമ്മുടെ ഓൾ ഇന്ത്യ ബേസിസിലെ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ഉണ്ട്. അപ്പൊ അവിടെയാണ് നമ്മളെല്ലാം അവതരിപ്പിക്കുക. വളരെ കോർഡിയൽ റിലേഷനോടുകൂടി എല്ലാ ചീഫ് മിനിസ്റ്ററും പാർട്ടിസിപ്പേറ്റ്, അവനവന്റെ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ചീഫ് മിനിസ്റ്റർമാരാണ്. ആൻഡ് പ്രധാനമന്ത്രിയാണ് ഇതിന്റെ ഇത്. പിന്നെ ഹോം മിനിസ്റ്റർ അതിൽ മെമ്പറാണ്. അങ്ങനെ പലരും മെമ്പറാണ്, 2 or 3. അതൊക്കെ പ്രൈം മിനിസ്റ്റർ തിരിക്കണം, 2 or 3 ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ടാവില്ലേ. പിന്നെ ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്, അധികം ഞാൻ പറയുന്നില്ല. ഇന്റർ സ്റ്റേറ്റ് കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് ഒരാൾക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അത് കർണാടകയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി കാവേരി. 4 സ്റ്റേറ്റ്, കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി, കേരള, 4 സ്റ്റേറ്റിന് അധികാരപ്പെട്ടതാണ് ഈ കാവേരി. ഞാനൊരു ഉദാഹരണം പറഞ്ഞോ, കാവേരിയുടെ കാര്യം പറഞ്ഞു ഞാൻ വിചാരിക്കാതെ കാവേരി ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാണ്. അതില് കർണാടക ഗവൺമെന്റ് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, ഞങ്ങളുടെ അവിടെ നിന്ന് നദി ഉത്ഭവിക്കണം, നദി കീപ്പട്ടല്ലേ ഒഴുകൂ, മേപ്പോട്ട് പോവുക വെള്ളം. അപ്പൊ കീപ്പട്ടൊക്കെ തമിഴ്നാട് കൂടെ അല്ലേ മനസ്സിലായോ? പക്ഷെ ഇത് ഉത്ഭവിക്കുന്ന അതിന്റെ പോഷക നദി വയനാട്, കേരളത്തിൽ നിന്നും അങ്ങനെയൊക്കെ ഉണ്ട്, പലതും ഉണ്ട്. അതുകൂടി ജോയിൻ ചെയ്തിട്ടാണ് കാവേരിയായിട്ട് പരിണമിക്കുക. അങ്ങനെ പലതുണ്ട്. അപ്പൊ പോണ്ടിച്ചേരി, അപ്പൊ ഈ റോഡ് അങ്ങനെ പോകുന്നു, പോണ്ടിച്ചേരിക്ക് അവകാശപ്പെട്ടതാണത്. അപ്പൊ ഇത്തരത്തിലുള്ള വാട്ടർ ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് ആരാ ഡിസൈഡ് ചെയ്യുക? സെൻട്രൽ ട്രിബ്യൂണൽ ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ട്രിബ്യൂണൽ ഉണ്ട്, അവരാണ് തീരുമാനിക്കുന്നത്. അതായത് കാവേരി റിവറിന്ന് എത്ര വെള്ളം തമിഴ്നാടിന് റിലീസ് ചെയ്യണം,
അതെത്ര പോണ്ടിച്ചേരിക്ക് പോകണം, എത്ര കേരളത്തിന് പോകണം, അത് നോക്കും. എങ്ങനെയാണ് ഏരിയ, അത് അലോട്ട്മെന്റ് ഒക്കെ അവർ ട്രിബ്യൂണൽ തീരുമാനിക്കും. എന്നിട്ട് ഈ 3 ഇത് MOU ഉണ്ടാവും, ഇവരുടെ അഗ്രിമെന്റ് ഉണ്ടാവും, ഡിസ്പ്യൂട്ട് അഗ്രിമെന്റ്. അപ്പൊ ഇതിന് ഒരു പ്രശ്നമില്ല. എന്താ വെച്ചാൽ ചില സമയത്ത് ഈ കർഷകരുടെ ഒക്കെ എപ്പോഴാണ് വെള്ളം വേണ്ടത് നോക്കാം. തമിഴ്നാട്ടിലെ കർഷകർക്ക് എപ്പോഴാണ് വെള്ളം, ഞാൻ തമിഴ്നാടിനെ പറഞ്ഞ ഒരു ഉദാഹരണത്തിനാ പറഞ്ഞത്. ആ കർഷകർ, യു ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് സത്ലജ്. ഹരിയാന പറഞ്ഞു അതിന് കനാൽ വേണമെന്ന്. ബക്രാനങ്കൽ അണക്കെട്ടിന്റെ വരുന്നതാണല്ലോ സത്ലജ്. ഇത് യമുന ലിങ്ക് SYL, അത് അവർക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഇത്തരത്തിലുള്ള ഡിസ്പ്യൂട്ട്, അവിടെ ഡിസ്പ്യൂട്ട് ഉണ്ട് ആൾറെഡി. പഞ്ചാബ് അനുവദിക്കുന്നില്ല ഹരിയാനയ്ക്ക്, അങ്ങനെയുള്ള ചില ഡിസ്പ്യൂട്ട് ഉണ്ട്. ഇതൊക്കെ ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് അവരാണ്. പിന്നെ ഇത് ആൾറെഡി ഞാൻ പറഞ്ഞു. പിന്നെ അടുത്തത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അപ്രൂവൽ ബൈലോ, നിയമങ്ങൾ ഉണ്ടാക്കുക. കൺട്രോൾ ഓൺ ലോക്കൽ ബോഡി ത്രൂ സ്റ്റേറ്റ് കേഡർ. പിന്നെ അത് ഇനി പറയാനുള്ളതാണ് പ്രധാനപ്പെട്ടത്. ലോക്കൽ ബോഡീസിലെ ഓഡിറ്റ് ശരിയായിട്ട് വരുന്നില്ല. അതൊരു ഡെഫിഷ്യൻസിയാണ്, മനസ്സിലാക്കുക. പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയും ശരിക്കും ഓഡിറ്റ് നടക്കണം. എവിടെ പൈസ പോകണം? ഈ റവന്യൂ കളക്ഷൻ എവിടെ, നിങ്ങൾക്കറിയാമോ? ചില പേര് പറയുന്നില്ല, ഒരു ഡിസ്ട്രിക്റ്റിലെ ട്രഷറിയിലത്തെ പൈസ മുഴുവൻ എടുത്ത് പൊക്കിക്കൊണ്ടി. എവിടെ? ഈ ചീഫ് മിനിസ്റ്ററുടെ എന്തോ റിലീഫ് ഫണ്ടിലേക്ക് എന്തോ ഡിസ്ട്രിക്ട് ഇത് വരെയല്ലോ, കളക്ടറേറ്റുള്ള എന്തോ, ആ പൈസ കൊണ്ട് പൊക്കിപ്പോയി. അപ്പോൾ ഓഡിറ്റിങ് നടക്കണം. ഈ പൈസ എവിടേക്കാണ് ഡൈവേർട്ട് ചെയ്ത് അല്ലാണ്ട് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? അപ്പോൾ ഓഡിറ്റിങ് വളരെ എസെൻഷ്യലാണ്. റവന്യൂ ഓഡിറ്റ്, മറ്റേ അത് മാത്രം അല്ലല്ലോ. നിങ്ങളിപ്പോൾ ഒരു ചെറിയൊരു കൊച്ചു ബസ് ഷെൽട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ അതിന് 1 കോടി രൂപ ചിലവാക്കിയാലോ? അതിനാകെ ചിലവാകുന്നത് 5 ലക്ഷമാണ് ഉപയോഗിക്കുക. നിങ്ങൾ 1 കോടി ഇട്ടാലോ? അപ്പൊ ആരുടെ പൈസ ഇത് പോണത്? അപ്പോ ഈ ലോക്കൽ ഓഡിറ്റ് ഈസ് വെരി വെരി എസെൻഷ്യൽ. പക്ഷെ പലയിടത്തും നടക്കുന്നില്ല. അതിന്റെ ഫലം നിങ്ങളുടെ റവന്യൂ പോകുന്നു. സബ്മിഷൻ, പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന് റിപ്പോർട്ട്, ഇടയ്ക്കിടയ്ക്ക് ക്വാർട്ടർലി റിപ്പോർട്ട്, ഹാഫ് ഇയർലി റിപ്പോർട്ട്, ഇയർലി റിപ്പോർട്ട് കൊടുക്കണം. ഓരോ മുനിസിപ്പാലിറ്റിയുടെ എത്ര ഇൻകം, എത്ര എക്സ്പെൻഡിച്ചർ, ഇതൊക്കെ. പിന്നെ വേറൊന്ന്, ഡിഫോൾട്ട് പവർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇതെന്താ അറിയോ? മുനിസിപ്പാലിറ്റി പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ആ മുനിസിപ്പാലിറ്റിയുടെ ഭരണം എടുക്കാനുള്ള കഴിവ് ഇതുണ്ട്, റൂള്. ചിലയിടത്ത് മുനിസിപ്പാലിറ്റി പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല വിചാരിക്കുക. എല്ലാം കശപ്പിച്ച ഒന്നും നടക്കുന്നില്ല വിചാരിക്കുക. ഗവൺമെന്റ് പറഞ്ഞ മാതിരി ഒന്നും തീരുമാനിക്കില്ല, ഒന്നും നടത്തുന്നില്ല. വേഗം അതിന്റെ ഗവേണൻസ് കംപ്ലീറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഏറ്റെടുക്കും. അവർക്ക് ഇതുണ്ട്, പ്രൊജക്ട് റൂളുണ്ട്. കാരണം എന്താ അറിയോ? അത് ലാസ്റ്റ് ഇതാണ് കേട്ടോ, കഴിയുന്നതും അവർ ശ്രമിക്കും. പിന്നെ അപ്പീൽ അഗൈൻസ്റ്റ് അൺജസ്റ്റ് ആൻഡ് ആർബിട്രറി ബിഹേവിയർ ഓഫ് ദ ലോക്കൽ സ്റ്റേറ്റ് ഗവൺമെന്റിലാണത്. എന്തെങ്കിലും ലോക്കൽ ബോഡിയിൽ എന്തെങ്കിലും ബിഹേവിയർ, ഓരോരുത്തരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടല്ലോ, ഓരോരുത്തരെ ശരിയല്ല, അല്ലെങ്കിൽ ഇന്റർ ട്രാൻസ്ഫർ ചെയ്യുക ആളുകളെ, സെക്രട്ടറിയെ, അല്ലെങ്കിൽ സെക്രട്ടറി കറപ്ഷൻ ചെയ്തു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റാണ് കൺട്രോൾ ചെയ്യേണ്ടത്. വിജിലൻസ്. പിന്നെ കൺട്രോൾ ആർബിട്രറി അതൊന്നും പാടില്ലേ. പിന്നെ ഡിസൊല്യൂഷൻ പറഞ്ഞാൽ പിന്നെ ഇത് നമ്മള് തിരിച്ചുവിടുക 5 കൊല്ലം കഴിഞ്ഞ. പിന്നെ എമർജൻസി പ്രൊവിഷൻ. നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് നാഷണൽ എമർജൻസി, ഇന്റേണൽ എമർജൻസി, ഫൈനാൻഷ്യൽ എമർജൻസി, ഇത് ഞാൻ ആൾറെഡി പറഞ്ഞതാണ്. വാർ ടൈമില് നാഷണൽ എമർജൻസി, ആ സമയത്ത് സെൻട്രൽ ഗവൺമെന്റാണ് തീരുമാനിക്കുക. ഇന്റേണൽ എമർജൻസി പറഞ്ഞാൽ ക്ലാഷ്, ഇപ്പൊ ഗുജറാത്ത് കലാപം, അതേമാതിരി നമ്മുടെ ഡൽഹി കലാപം, അങ്ങനത്തെ എന്തെങ്കിലും ഡിസ്റ്റർബ്, ഓരോരോ സ്റ്റേറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്റേണൽ എമർജൻസി ആ സ്റ്റേറ്റിൽ മാത്രം ബാധകമായുള്ള ഉണ്ടാവും. അതും ഇന്റേണൽ, ഇതൊക്കെ പ്രസിഡന്റാണ് ഡിക്ലെയർ ചെയ്യുക. ഇന്റേണൽ എമർജൻസി, നാഷണൽ എമർജൻസി ഒക്കെ പ്രസിഡന്റോ, അല്ലെങ്കിൽ നാഷണൽ എമർജൻസി പ്രസിഡന്റ്, ഇന്റേണൽ എമർജൻസി വേണമെങ്കിൽ ഗവർണർക്കാവാം. ഫൈനാൻഷ്യൽ എമർജൻസി അത് പ്രസിഡന്റാണ്, സെൻട്രൽ ഗവൺമെന്റ് അധികാരം. ഫൈനാൻഷ്യൽ എമർജൻസി ഇതുവരെ നമ്മുടെ ഇന്ത്യയിൽ ഈ എമർജൻസി മാത്രം ഉണ്ടായിട്ടില്ല. നാഷണൽ എമർജൻസി പാകിസ്ഥാൻ വാർ, ചൈന വാർ, എഗെയിൻ ബംഗ്ലാദേശ് വാർ ടൈമിലുണ്ട്. ഇന്റേണൽ എമർജൻസി ഉണ്ടായിട്ടുണ്ട് പഞ്ചാബ്, അങ്ങനെയുള്ള സമയത്ത്. പിന്നെ ഫൈനാൻഷ്യൽ എമർജൻസി ഇതുവരെ വന്നില്ല. ഇനി അപ്രൈസൽ ഓവറോൾ ഇത്, അപ്പൊ പൊതുവെ എല്ലാം നന്നായിട്ട് ഫങ്ഷൻ ചെയ്യണം. പിന്നെ കൺക്ലൂഷൻ, ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ബിറ്റ്വീൻ സെന്റർ ആൻഡ് സ്റ്റേറ്റ് in the legislative and executive fields as stipulated in the constitution is clearly delimited. ഇതെല്ലാം ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. ജോയിന്റ് 2-3 സ്റ്റേറ്റിലുള്ള ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ആൾ ഇന്ത്യ സർവീസ് വളരെ ക്ലാരിറ്റിയോട് കൂടി ട്രാൻസ്പെറന്റ് ആയിട്ട് ഇന്ന് റിസൾട്ട് വന്നിട്ടുണ്ട്. സെൻട്രൽ ഹാസ് എമേർജ് സ്ട്രോങ് ഓവർ ദ പീരിയഡ്. സ്ട്രോങ് ആയിരിക്കണം ഗവൺമെന്റ്, അല്ലെങ്കിൽ വളരെ പ്രശ്നമാണ് ഇന്ത്യ, വളരെ സ്ട്രോങ് ആണ്. അപ്പൊ വിത്ത് ദ സപ്പോർട്ട് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ ഗവൺമെന്റ്, ഇതെല്ലാം വളരെയധികം നന്നായിട്ട് പ്രവർത്തിക്കണം. അങ്ങനെ കോർഡിനേഷൻ വേണം, റിലേഷൻ വളരെ നല്ലതായിരിക്കണം.
അങ്ങനെ the government at all level cooperate and coordinate in the way that in get defaults of irregularity point out ചെയ്യണം. അങ്ങനെ വളരെ നന്നായിട്ട് പ്രവർത്തിച്ച് ഇന്ത്യ വളരെ ഡെവലപ്ഡ് കൺട്രി ആയിട്ട് പരിണമിക്കും. താങ്ക് യു വെരി മച്ച്. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.